Okay, legal aspects of business. UGC NET legal aspects of business ന്റെ രണ്ടാമത്തെ ലെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ലാസ്റ്റ് ലെക്ചറിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ബ്രീഫ് നമ്മൾ നടത്തിയിരുന്നു. ബേസിക് തിങ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പെൻഡിങ് ഉണ്ട്. അവിടെയായിരിക്കും നമ്മുടെ ഡിസ്കഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് കൺസെന്റിനെ പറ്റിയാണ്. ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എന്താണെന്ന് നമ്മളൊന്ന് ബ്രീഫ് ചെയ്തിരുന്നു. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ കൺസെന്റ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. കൺസെന്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ആക്ട് പ്രകാരം 2 or more persons are said to be in consent when they agreed upon the same thing in the same sense. ഒരു കാര്യത്തിൽ അവർ എഗ്രി ചെയ്യുന്നു, രണ്ടുപേരും എഗ്രി ചെയ്യുന്ന ആ ഒരു മാറ്റർ എന്ന് പറയുന്നത് ഒരേ രീതിയിലാണെങ്കിൽ, when they are agreed upon the same thing in the same sense, രണ്ടുപേരും മനസ്സിലാക്കുന്നത് ഒരേ രീതിയിലാണ്, ഒരേ വേയിലാണ് എഗ്രി ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കൺസെന്റ് എന്ന് പറയുന്നത്. One second. Okay, so this means that there should be a perfect identity of mind. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുവാണ്, അത് ഏത് തരത്തിലുള്ള കോൺട്രാക്റ്റ് ആയാലും ഫ്രീ കൺസെന്റിൽ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് മാത്രമേ വാലിഡ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഫ്രീ അല്ലാത്ത കൺസെന്റ് വരുവാണെങ്കിൽ, അതായത് കൊയേഷനോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രോഡ് നടത്തിയോ നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുത്തുവാണെങ്കിൽ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ കൺസെന്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൺസെന്റ് എന്ന് പറയുമ്പോൾ when 2 or more persons are agreed upon one thing with the same thing at the same sense എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ആക്ച്വലി കൺസെന്റ് എന്ന് പറയുന്ന ടേമിന്റെ മീനിങ്. സോ 2 or more persons are said to consent when they agree upon the same thing in the same sense. ഒരു കാര്യം അവർ ഒരേ വേയിൽ മനസ്സിലാക്കുകയാണ്, ഒരേ വേയിൽ മനസ്സിലാക്കിയിട്ട് എഗ്രി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ അവർ കൺസെന്റിലാണെന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ദാറ്റ് there must be something called perfect identity or perfect identity of mind. രണ്ടുപേരുടെയും ചിന്താഗതി ഒരേ രീതിയിലായിരിക്കണം. ഇതിനെയാണ് കൺസെൻസസ് അറ്റ് ഇതം എന്ന് പറയുന്നത്. ഓക്കെ, കൺസെൻസസ് അറ്റ് ഇതം, ദിസ് ഇസ് കോൾഡ് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. സോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന ഏരിയയും അതേപോലെ ഫ്രീ കൺസെന്റ് അല്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫ്രീ കൺസെന്റ് നമ്മൾ പറഞ്ഞു. സോ ടു മേക്ക് എ കോൺട്രാക്ട് വാലിഡ് ഇറ്റ് ഷുഡ് ബി വൺ which is performed with free consent or it is agreed upon with free consent എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് പ്രകാരം സെഷൻ 13 പറയുന്നത്, സെഷൻ 13 says that consent is said to be free when it is not caused by any of the following. ഒരു ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരണമെങ്കിൽ കൺസെന്റ് ഒരു കാരണവശാലും കൊയേഷനോടുകൂടി നേടിയതാകാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസോടുകൂടി നേടിയതാകാൻ പാടില്ല, ഫ്രോഡ് നടത്തിയതിനു ശേഷം വരുന്നതാകാൻ പാടില്ല, അതേപോലെ തന്നെ മിസ് റെപ്രസെന്റേഷൻ ഉണ്ടാകരുത്, മിസ്റ്റേക്ക് ഉണ്ടാകരുത്. സോ ഓരോ ഐറ്റവും എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. വാട്ട് യു മീൻ ബൈ കൊയേഷൻ, അതേപോലെ വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് ഫ്രോഡ്, മിസ് റെപ്രസെന്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. നമ്മൾ ആദ്യം അതാണ് നോക്കുന്നത്. സ്റ്റാർട്ട് ഫ്രം കൊയേഷൻ. കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് കോൾഡ് ഒരു ഇൻഡിവിജ്വൽ സെക്കൻഡ് പാർട്ടിയെ ത്രെട്ടൺ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു. അങ്ങനെ ആ നിർബന്ധം കാരണം പെർഫോം ചെയ്യേണ്ടി വന്നതാണെങ്കിൽ ഇതിനെ കൊയേഷൻ എന്ന് പറയും. നിർബന്ധം എന്ന് പറയുന്നത് ഒരു അൺലോഫുൾ ആക്ട് ചെയ്തുകൊണ്ടുള്ള നിർബന്ധിക്കലായിരിക്കണം. ദാറ്റ് മീൻസ് കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് ആൻ അൺലോഫുൾ ആക്ട് ഓർ ആൻ ആക്ട് വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ക്രൈമോ ഒരു ആക്ടോ ചെയ്യുന്നത് വഴി ഒരു ഇൻഡിവിജ്വലിനെ നിർബന്ധിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. സോ കൊയേഷൻ ഈസ് കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ് ആൻ ആക്ട് വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് or the unlawful detaining or threatening to detain any property
ഒരു ഇൻഡിവിജ്വലിനെ തടവിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ തടവിൽ വയ്ക്കും, അല്ലെങ്കിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കൈവശം വയ്ക്കുന്നു, ആ പ്രോപ്പർട്ടി കൈവശം വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വലിനെ ഫോഴ്സ് ചെയ്ത് കോൺട്രാക്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, കൊയേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വിൽഫുൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രീ കൺസെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് മീൻസ് ഇറ്റ് ഈസ് ദി ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ possessed over the mind of the contracting party. According to section 16, the contract is said to be affected by undue influence. അതായത് ആക്ച്വലി സംഭവിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ മുകളിലിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാൾ അയാളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് കോൺട്രാക്ട് ഏർപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹത്തിന് തെറ്റായുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാകാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻ അതർ വേർഡ്സ്, ദി റിലേഷൻ subsisting between the parties are such that one of the party is in a position to dominate the will of the other. ഒരു ഇൻഡിവിജ്വലിന്റെ പൊസിഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു സീനിയർ ഒഫീഷ്യൽ ആണെന്ന് വിചാരിക്കാം. ആ സീനിയർ ഒഫീഷ്യലിന്റെ പൊസിഷൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ജൂനിയറിന്റെ വില്ലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെന്ന് വിചാരിക്കാം, ഡോക്ടർ പറയുന്ന കാര്യം ഡോക്ടർ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞാനിത് ചെയ്യൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ്. ഓക്കെ, ഒരു ചെറിയ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വലിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അവിടെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് എഗ്രി ടു ഗിവ് മീ ഓൾ ദി പ്രോപ്പർട്ടി എന്നൊരു എഗ്രിമെന്റ് വയ്ക്കുകയാണെങ്കിൽ, എന്നൊരു കോൺട്രാക്ട് വയ്ക്കുകയാണെങ്കിൽ ആ കോൺട്രാക്ട് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഓക്കെ, ആ പറയുന്ന ഇൻഡിവിജ്വലിന്റെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് കാരണമാണ് അങ്ങനെ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ ലീഗലി അങ്ങനെ ഒരു ഫ്രീ കൺസെന്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. Okay, this is called undue influence. Then following are the parties that can be affected by undue influence. Undue influence create ചെയ്യാൻ സാധിക്കുന്ന parties normally നമുക്ക് കാണാവുന്നത് ഒരു ഡോക്ടർ ആൻഡ് പേഷ്യന്റ്. Then there will may be a ലോയറും അദ്ദേഹത്തിന്റെ ക്ലയന്റും, അതേപോലെ ഗാർഡിയൻ ആൻഡ് വാർഡ്, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. ഈ പറയുന്ന ഓരോ പാർട്ടിക്കും ഈ ഡോക്ടർ ആണെങ്കിൽ പേഷ്യന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ലോയർ ആണെങ്കിൽ ക്ലയന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഗാർഡിയൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വാർഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ട്രസ്റ്റി ബെനിഫിഷ്യറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതേപോലെ ഒരു ടീച്ചർക്ക് സ്റ്റുഡന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇവിടെയൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Then let's compare coercion with undue influence. രണ്ട് ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, coercion എന്ന് പറഞ്ഞാൽ the consent of the aggrieved party is taken by committing or threatening to commit an act which is forbidden by Indian Penal Code. Indian Penal Code പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈമാണ്, ക്രിമിനൽ വേ ആണെന്ന് പറയുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺട്രാക്ട് ഏർപ്പെടുകയാണെങ്കിൽ അതിനെ കൊയേഷൻ എന്ന് പറയുന്നു. whereas undue influence എന്ന് പറഞ്ഞാൽ the consent of the aggrieved party is obtained by dominating the party by taking unfair advantage of his position. ഇൻഡിവിജ്വലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് മുകളിലുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ആ പൊസിഷന്റെ അൺഫെയർ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട്, യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിലല്ല, അതിനൊരു അൺഫെയർ വാല്യൂ ഉണ്ടായിക്കൊണ്ട്, അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന കോൺട്രാക്ട്, അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be a physical force, നിർബന്ധിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ കൊയേഷന്റെ ഭാഗമായിട്ട് പറയാം. വേറെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be a moral stress, മെന്റലി സ്ട്രെസ് ചെയ്യുകയാണ്. ഓക്കെ, മെന്റലി അദ്ദേഹത്തിന്റെ കയ്യിൽ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആക്ടുകൾ ചെയ്യുകയാണ്. ഇതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രോമിസർ ആൻഡ് പ്രോമിസി is not necessary in case of coercion. പ്രോമിസർ ആൻഡ് പ്രോമിസി എന്ന് പറയുന്ന ഒരു റിലേഷൻ അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഈ ഇൻഡിവിജ്വലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. അവിടെ ഒരാളും പ്രോമിസർ ആവുന്നില്ല, ഒരു പ്രോമിസും കൊടുക്കുന്നില്ല, ഇല്ലാതെ നേടിയെടുക്കുന്നതാണ്. whereas
അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ് അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ there will be some sort of relationship. അതായത് ഇപ്പോൾ ഒരു ഡോക്ടറും അദ്ദേഹത്തിന്റെ പേഷ്യന്റും എന്ന് പറയുമ്പോൾ there will be a relationship, റൈറ്റ്? അത്തരത്തിലുള്ള ഒരു പ്രോമിസർ ഇസ് ദി ഡോക്ടർ, പ്രോമിസി എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഈ കേസുകളിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ട്. കൊയേഷന്റെ കേസിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്രയുമാണ് കൊയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഫ്രോഡ്. മൂന്നാമത്തെ ഫ്രീ കൺസെന്റ് നേടിയെടുക്കാനുള്ള ഫോഴ്സ്ഫുൾ മീൻസ് ആണ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഫ്രോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിസ്റെപ്രസെന്റേഷൻ തന്നെയാണ്. മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ് ക്യാൻ ബി ഇന്റൻഷണൽ ഓർ ഇന്നസെന്റ്. രണ്ട് രീതിയിലാകാം. ഒന്ന് ഇന്റൻഷനലി കമ്മിറ്റ് ചെയ്യുന്ന മിസ്റെപ്രസെന്റേഷൻ, രണ്ടാമതായിട്ട് ഇന്നസെന്റ് ആയിട്ട് അറിയാതെ വന്ന മിസ്റെപ്രസെന്റേഷനും ആകാം. ഇതിനകത്ത് ഇന്റൻഷണൽ മിസ്റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇന്റൻഷനലി കമ്മിറ്റ് ചെയ്യുന്ന മിസ്റെപ്രസെന്റേഷൻ, ഫാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം ഇന്റൻഷനലി കമ്മിറ്റ് ചെയ്യുന്ന മിസ്റെപ്രസെന്റേഷൻ ആണ്. ഇതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. അറിയാതെ കമ്മിറ്റ് ചെയ്യുന്നതിനെ നമുക്ക് മിസ്റ്റേക്ക് എന്നേ പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയും. സോ ദി ഇന്നസെന്റ് മിസ്റെപ്രസെന്റേഷൻ ഹാസ് ബീൻ ടേംഡ് സിംപ്ലി ആസ് മിസ്റെപ്രസെന്റേഷൻ. യു ഗോട്ട് ഇറ്റ്? സോ ഇവിടെ ഓർക്കേണ്ടത്, ഫ്രോഡ് എന്ന് പറയുന്ന ടേം വരണമെങ്കിൽ ഇന്റൻഷണൽ മിസ്റെപ്രസെന്റേഷൻ ആയിരിക്കണം. ഓക്കെ, ഇന്നസെന്റ് മിസ്റെപ്രസെന്റേഷൻ ആവരുത്. ഇന്നസെന്റ് മിസ്റെപ്രസെന്റേഷൻ നമ്മൾ മിസ്റെപ്രസെന്റേഷൻ എന്ന് മാത്രമായിരിക്കും പറയുക കോൺട്രാക്ട് പ്രകാരം. ദെൻ ഫ്രോഡ് ആകണമെങ്കിൽ there must be some essential features അല്ലെങ്കിൽ essential things അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയണം. ഫ്രോഡ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് the act must have been committed by a party to the contract. ഫസ്റ്റ് തിങ് അതാണ്. അതായത് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിരിക്കുന്ന പാർട്ടികൾ രണ്ടുപേരാണെങ്കിൽ അവർ രണ്ടുപേരിൽ ഒരാൾ തന്നെ ആയിരിക്കണം ഈ തരത്തിലൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇറ്റ് ക്യാൻ ബി ആൻ ഏജന്റ് ഓൾസോ. ബിക്കോസ് പ്രിൻസിപ്പലിന് വേണ്ടി കോൺട്രാക്റ്റ് ഏർപ്പെടാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ഏജന്റ് ആകാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ വരുന്ന ഡയറക്ട്ലി വരുന്ന രണ്ട് പാർട്ടി, വേറൊരു ഇൻഡിവിജ്വൽ, ഒരു തേർഡ് പാർട്ടിക്ക് ഒരു കാരണവശാലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, then it should not have been committed by a stranger. ഒരു സ്ട്രേഞ്ചർ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ആക്ടിനെ നമുക്ക് ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല. Then രണ്ടാമതായിട്ട് the act must have been committed with the intention of inducing the deceived party. ആരാണോ ഇവിടെ ചതിക്കപ്പെട്ടത് ആ പാർട്ടിയെ ചതിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കമ്മിറ്റ് ചെയ്തതായിരിക്കണം ഈ ഫ്രോഡ്. രണ്ടാമതായിട്ട് ഓർക്കേണ്ടത്, the act must have been committed with the intention of inducing the deceased party to act upon it. ഈ പറയുന്ന കാര്യം കേട്ടതിന് ശേഷം ആ കാര്യത്തിലേക്ക് കോൺട്രാക്ട് എഴുതിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നായിരിക്കണം ഈ ഫ്രോഡ്. ആൻഡ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദി അസെഷൻ should be such that it would necessarily influence and induce the other party to act. അതായത് ഇത്തരത്തിലുള്ള ടേം പറയുമ്പോൾ the act must have committed with the intention of inducing the deceived party, പാർട്ടിയെ ചതിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്ത ഒരു ആക്ട് ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഓർക്കേണ്ടത് ആ ഒരു ആക്ട് പ്രകാരം പാർട്ടി ഡിസീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഓക്കെ, ചതിക്കപ്പെട്ടിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഫ്രോഡ് എന്ന് പറയുന്ന പെർവ്യൂവിൽ അത് വരൂ. സോ നമ്മളോട് ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത് കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് ആണ്. കോൺട്രാക്റ്റുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത് അവർക്ക് കമ്മിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏജന്റിനും കമ്മിറ്റ് ചെയ്യാം. ബിക്കോസ് ഏജന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന് വേണ്ടി എഗ്രിമെന്റ് എഴുതാനുള്ള പാർട്ടിയാണ്. സോ ഏജന്റിനും കമ്മിറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ഈ പറയുന്ന ഫ്രോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മിസ്റെപ്രസെന്റേഷൻ, ഇന്റൻഷണൽ മിസ്റെപ്രസെന്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ആ ഇൻഡിവിജ്വൽസ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താനും സാധിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫ്രോഡ് വരും. Then let's compare misrepresentation with fraud. Misrepresentation എന്ന് പറയുമ്പോൾ
there is no intention to deceive, because നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്നസെന്റ് ആയിട്ട് ഉള്ള മിസ്റെപ്രസെന്റേഷനെയാണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരാളെ ചതിക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. സോ there is no intention to deceive or to gain any undue advantage. ഒരു അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടിയുള്ള ഇന്റൻഷനോട് കൂടി ചെയ്തതല്ല. whereas ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ഫ്രോഡ് the false statement is made deliberately with a clear intention of deceiving the other party. മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിയെ ചതിക്കുക എന്നുള്ളത് തന്നെയാണ്. Then it makes the other contract only voidable at the option of the party whose consent have been caused. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, മിസ്റെപ്രസെന്റേഷൻ വരുവാണെങ്കിൽ സംഭവിക്കുന്നത്, മിസ്റെപ്രസെന്റേഷൻ പ്രകാരം ഇവിടെ ഒരു ഇൻഡിവിജ്വലും മറ്റൊരു ഇൻഡിവിജ്വലിനെ ചതിക്കുന്നില്ല. തന്നിരിക്കുന്ന ഫാക്റ്റിനകത്ത് ചെറിയ എറേഴ്സ് വരുവാണ്. അത് കാണിക്കാൻ ഉദ്ദേശിച്ചതിൽ നിന്നും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺട്രാക്ട് വിൽ നോട്ട് ബി വോയിഡ്. കോൺട്രാക്ട് ഒരിക്കലും നമുക്ക് വോയിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വിൽ ബി വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി. ആരാണോ അതിനകത്ത് അറിയാതിരുന്നത് അല്ലെങ്കിൽ ആരാണോ തെറ്റിദ്ധരിക്കപ്പെട്ടത്, ആ ഇൻഡിവിജ്വലിന്റെ ഓപ്ഷനോട് കൂടി നമുക്ക് കോൺട്രാക്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഇൻഡിവിജ്വലിന് തീരുമാനിക്കാം. അതാണ് മിസ് റെപ്രസെന്റേഷനകത്ത് ഓർക്കേണ്ടത്. വേറസ് ഫ്രോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, in fraud the injured party besides avoiding the contract may also claim the damages. So ഇവിടെ മിസ്റെപ്രസെന്റേഷൻ ആണെങ്കിൽ നിലവിലുള്ള കോൺട്രാക്ട് നോർമൽ സിനാരിയോയിൽ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും ആരാണോ നഷ്ടപ്പെട്ടത്, ആർക്കാണോ നഷ്ടപ്പെടുത്തത്, ആ ഇൻഡിവിജ്വലിനും ഉണ്ടാവും. വേറസ് ഫ്രോഡ് വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് നള്ളിഫൈ ചെയ്യും, കോൺട്രാക്ട് വോയിഡ് ആക്കാം, അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ ചോദിക്കാനുള്ള അധികാരവും അഗ്രീഡ് പാർട്ടിക്ക് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ, ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്റെപ്രസെന്റേഷൻ ആൻഡ് ഫ്രോഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് there are two types of mistakes. One is a mistake of law, another one is mistake of fact. ലോയിലുള്ള മിസ്റ്റേക്ക്, നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുന്നു, അല്ലെങ്കിൽ ഫാക്ട് അതിനകത്ത് വന്ന മിസ്റ്റേക്ക്. സോ മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ, മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറീസ്. വൺ ഈസ് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ, ഇന്ത്യയിലെ നിയമത്തിൽ വന്ന ഇഷ്യൂ, നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ലോ ഉണ്ടെന്ന്, അങ്ങനെ വന്നപ്പോൾ വരുത്തിയ വീഴ്ച. അതേപോലെ മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ, ഒരു ഫോറിൻ ലോ നമുക്ക് അറിയാത്തത് കൊണ്ട് വരുത്തിയ വീഴ്ച. ഇങ്ങനെ രണ്ട് രീതിയിൽ മിസ്റ്റേക്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദെൻ മിസ്റ്റേക്ക് ആസ് ടു പ്രൈവറ്റ് റൈറ്റ് ഓഫ് ദി പാർട്ടി ഈസ് ട്രീറ്റഡ് ആസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. സോ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രൈവറ്റ് റൈറ്റ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മിസ്റ്റേക്സ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല, അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി, പ്രൈവറ്റ് റൈറ്റ്സ് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈവറ്റ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എറർ വരുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്, മിസ്റ്റേക്ക് ഓഫ് ലോ അല്ല. സോ മിസ്റ്റേക്ക് ഓഫ് ലോയിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഇന്ത്യൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്ക്, അത് രണ്ടാമതായിട്ട് ഫോറിൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്സ്. ഹിയർ ദി എഗ്രിമെന്റ് വിൽ ബി വോയിഡ് ഇൻ കേസ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓൺലി. ബൈലാറ്ററൽ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രൈവറ്റ് റൈറ്റ്സിൽ വോയിഡ് ആവുന്നത്. മീൻസ് രണ്ട് ഭാഗത്തും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലേ വോയിഡ് ആവുള്ളൂ. ഒരു ഭാഗത്ത് മാത്രമാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് വോയിഡ് ആയിരിക്കില്ല. ലെറ്റ്സ് സീ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. സി ദിസ് വൺ, പ്രൈവറ്റ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണെന്ന് പറഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വന്നു കഴിഞ്ഞാൽ അത് ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ മാത്രമായിരിക്കും അപ്ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, വോയിഡ് ആക്കാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമുക്ക് അഗെയിൻ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, ബൈലാറ്ററൽ മിസ്റ്റേക്സും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. ഓക്കെ, ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആക്കാൻ സാധിക്കും, യൂണിലാറ്ററൽ ആണെങ്കിൽ there are some conditions. Let's see bilateral mistakes. Section 20 states that where both the parties to the agreement are under a mistake,
as to the matter of fact essential to the agreement shall be void. അതായത് രണ്ട് പാർട്ടിക്കും ഈ കോൺട്രാക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒരു മാറ്റർ ഓഫ് ഫാക്ട്, ആ കോൺട്രാക്ട് പ്രകാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ഓഫ് ഫാക്ട് പ്രകാരം രണ്ടു പേർക്കും മിസ്റ്റേക്ക് വന്നു. രണ്ടുപേരും ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്നു, പക്ഷെ നിലവിൽ ആ പ്രോപ്പർട്ടി ഓൾറെഡി നശിച്ചു പോയതാണ്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ രണ്ട് ഭാഗത്തും അറിയാതെ വരുന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അങ്ങനെയുള്ള മിസ്റ്റേക്സിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. രണ്ട് പാർട്ടിക്കും ഈ പറയുന്ന ഫാക്ട് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇത്തരത്തിലുള്ള കോൺട്രാക്ട് വോയിഡ് ആയി മാറും. Then the mistake shall be termed as bilateral mistake of fact only when both the following conditions are satisfied. രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ബൈലാറ്ററൽ എന്ന് പറയണമെങ്കിൽ. ഒന്ന്, it should be committed by both the parties. രണ്ട് പാർട്ടീസും കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് ആയിരിക്കണം. രണ്ട്, it should relate to a matter of fact which is essential to the contract. കോൺട്രാക്റ്റിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ഓഫ് ഫാക്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെയാണ് മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റർ ഓഫ് ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കണം. രണ്ട് കണ്ടീഷൻ, രണ്ട് പാർട്ടിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവണം, ബാധിച്ചിരിക്കുന്നത് ഒരു മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ കോൺട്രാക്ട് വോയിഡ് ആകൂ. ദെൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ അഗ്രീസ് ടു ബൈ സർട്ടൻ ഹോഴ്സ് ഫ്രം ബി. ബിയുടെ കയ്യിൽ നിന്നും ഒരു കുതിരയെ മേടിക്കാൻ തീരുമാനിക്കുന്നു. ഇറ്റ് ടേൺ ഔട്ട് ദാറ്റ് ഹോഴ്സ് വാസ് ഡെഡ് അറ്റ് ദി ടൈം ഓഫ് എഗ്രിമെന്റ് എഴുതിയ ടൈമിൽ തന്നെ ഹോഴ്സ് മരിച്ചു പോയിരുന്നു. ഓക്കെ, ഹോഴ്സ് ചത്തുപോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദോ എയ്തർ പാർട്ടി വാസ് അവെയർ അബൌട്ട് ദിസ് ഫാക്ട്, ദി എഗ്രിമെന്റ് ഈസ് വാസ് അൺഅവെയർ അബൌട്ട് ദി ഫാക്ട്, ദി എഗ്രിമെന്റ് ഈസ് വോയിഡ്. അറിയാമെങ്കിലും വോയിഡ് ആണ്, അറിയില്ലെങ്കിലും വോയിഡ് ആണ്. ബിക്കോസ് എഗ്രിമെന്റ് എഴുതുന്ന ടൈമിൽ ഈ പറയുന്ന മാറ്റർ ഓഫ് ഫാക്ട് ഇല്ലാതായി. മാറ്റർ ഓഫ് ഫാക്ട് ഇല്ലെങ്കിൽ പിന്നെ ആ എഗ്രിമെന്റും നിലനിൽക്കില്ല. ഇവിടുത്തെ മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് കുതിരയാണ്. ആ കുതിര ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ആ എഗ്രിമെന്റ് നിലനിൽക്കില്ല. ദിസ് ഈസ് കോൾഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. എനി ഡൗട്ട്സ്? ഓക്കെ, ദെൻ ബൈലാറ്ററൽ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു ആസ് ടു സബ്ജക്ട് മാറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു. സംതിങ് വിച്ച് ഇസ് റെലവെന്റ് ടു ദി കോൺട്രാക്റ്റിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിസ്റ്റൻസ്. ഫസ്റ്റ്, ആ പ്രോഡക്റ്റ് എക്സിസ്റ്റൻസോ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്രോഡക്റ്റിന്റെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അവകാശവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ. അതേപോലെ പ്രൈസിൽ രണ്ടുപേർക്കും മിസ്റ്റേക്ക് വരുവാണ്. ക്വാണ്ടിറ്റി, അവിടെയും രണ്ടുപേർക്കും മിസ്റ്റേക്ക് വരുവാണ്. അതേപോലെ ക്വാളിറ്റി. ഈ പറയുന്ന സിറ്റുവേഷൻസിലെല്ലാം രണ്ടുപേർക്കും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് ആൻഡ് മിസ്റെപ്രസെന്റേഷൻ, ഇത്രയുമാണ് ബേസിക് തിങ്. ദെൻ മിസ്റ്റേക്സും ഉണ്ട്. കൊയേഷൻ എന്ന് പറയുമ്പോൾ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് സംതിങ്. അങ്ങനെ ഒരു ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെ കൊയേഷൻ എന്ന് പറയും. രണ്ടാമത്തത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. ഒരു ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അയാളുടെ വില്ല് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അദ്ദേഹത്തിന്റെ വില്ലിനെ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പവർ ഉള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. മീൻസ് ലൈക്ക് എ ഡോക്ടർ ആൻഡ് പേഷ്യന്റ്. അങ്ങനെയുള്ള പവർ ഉള്ള ഒരു ഇൻഡിവിജ്വലിനാണ് ഇത്തരത്തിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രോഡ്, ഇന്റൻഷണൽ മിസ്റെപ്രസെന്റേഷൻ. ദെൻ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവ് അസേഷൻ ആണ് വിത്തൗട്ട് ദി നോളജ്. ആ ഇൻഡിവിജ്വലിന് അറിയില്ലായിരുന്നു ഇതൊരു എന്താ പറയുക, ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, മിസ്റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു, ആ രീതിയിൽ. ഓക്കെ, ദെൻ ദി ഫോളോയിങ് ഫാക്ട്സ് ആർ റിഗാർഡഡ് ആസ് ഫ്രോഡ് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡേ. മൂവിങ് ഓൺ, മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ മിസ്റ്റേക്ക് രണ്ട് രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും മിസ്റ്റേക്ക് ഓഫ് ലോയും, ഇതിനകത്ത് ബൈലാറ്ററൽ മിസ്റ്റേക്സ് ഉണ്ട്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ ഇന്ത്യൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്സും ഫോറിൻ ലോ പ്രകാരമുള്ള മിസ്റ്റേക്സും നമുക്ക് കാണാൻ സാധിക്കും. സോ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. മിസ്റ്റേക്ക് ഓഫ് ലോ, ഇന്ത്യൻ ലോ ആൻഡ് ഫോറിൻ ലോ. ദെൻ ബൈലാറ്ററൽ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു, മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആണെങ്കിൽ വെൻ ഓൺലി വൺ പാർട്ടി is mistaken about the subject matter. ഒരു പാർട്ടിക്ക് മാത്രമേ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളൂ.
അത് അയാളുടെ ഉത്തരവാദിത്തമായിരുന്നു സബ്ജക്ട് മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ പാർട്ടി മനസ്സിലാക്കിയതിനകത്ത് വീഴ്ച വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും, വോയിഡ് അല്ല. ഓക്കെ, ബൈലാറ്ററൽ മിസ്റ്റേക്സ് ആണെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. മൂന്നാമതായിട്ട് ഇന്ത്യൻ ലോയുടെ കേസ് ഓർക്കേണ്ടത്, നമ്മൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണ്. സോ ദാറ്റ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി വാലിഡ്. മിസ്റ്റേക്ക് ഓഫ് ലോ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വാലിഡ് ഇൻ കേസ് ഓഫ് ഇന്ത്യൻ ലോ, ആൻഡ് ഇൻ കേസ് ഓഫ് ഫോറിൻ ലോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ, ഫോറിൻ ലോ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ ഇന്ത്യൻ ലോ അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ബിക്കോസ് യു ആർ ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് യു മസ്റ്റ് നോ ഇന്ത്യൻ ലോസ്. അതുകൊണ്ട് ഇന്ത്യൻ ലോ അറിഞ്ഞില്ലെങ്കിൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, അതൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഫോറിൻ ലോയുടെ കേസ് ഡിഫറെന്റ് ആണ്. അവിടുത്തെ നിയമങ്ങളെല്ലാം ഇന്ത്യൻ ഇൻഡിവിജ്വൽസിന് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇൻ ദാറ്റ് കേസ് ദി കോൺട്രാക്ട് വിൽ ബി വോയിഡ്. ക്ലിയർ ആണോ? ഇത്രയുമാണ് മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയൂ. ഇത് കുറച്ചുപേര് ആബ്സെന്റ് ആണല്ലോ, കുറച്ചുപേര് കാണാനില്ല. I think 4 to 5 individuals are missing. Okay, let's continue. Unlawful object or consideration. Lawful object ആയിരിക്കണം. Unlawful object എന്ന് പറയുന്ന സിറ്റുവേഷൻസ്, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കൺസിഡറേഷൻ അൺലോഫുൾ ആവുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒബ്ജക്റ്റ് അണ്ടർ കോൺട്രാക്ട് അൺലോഫുൾ ആവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്നാമതായിട്ട്, കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ലൈക്ക് ഒരു എന്താ പറയുക, സംതിങ് വിച്ച് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ, ലൈക്ക് കള്ളക്കടത്ത് നടത്തുക. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിനാണ് കോൺട്രാക്ട് എഴുതുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി നൾ ആൻഡ് വോയിഡ്. അതേപോലെ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഡിഫീറ്റ്സ് ദി പ്രൊവിഷൻ ഓഫ് ലോ. നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പ്രകാരം പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കൺസിഡറേഷനോ പ്രൊവിഷൻ ഒബ്ജക്റ്റോ ആണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞത് നിയമപരമായിട്ട് ബാൻ ചെയ്തിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് പറഞ്ഞത് നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പ്രകാരം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും വോയിഡ് ആയിരിക്കും. മൂന്നാമതായിട്ട്, വെൻ കൺസിഡറേഷൻ ഡിഫീറ്റ്സ് എനി റൂൾ ഓഫ് ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു റൂൾ, ഓക്കെ, ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കൺസിഡറേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് പെയ്ഡ് ഇൻ റിട്ടേൺ. ആ റിട്ടേൺ വന്നിരിക്കുന്ന ഐറ്റം നോർമലി ലീഗലി ഉള്ള മീൻസിന് വ്യത്യസ്തമായിട്ടൊന്നാണ്. മാക്സിമം കൊടുക്കാവുന്ന എമൗണ്ട് ഇത്രയാണ് ആസ് പെർ ലോ, പക്ഷെ അതിൽ കൂടുതൽ എമൗണ്ട് കൊടുത്തു. അതിന്റെ അർത്ഥം ഇപ്പൊ നിലവിലുള്ള റൂള് പ്രകാരം നമുക്ക് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് വന്നിട്ടുണ്ട്. ഇൻ ദാറ്റ് കേസ് ദി എഗ്രിമെന്റ് വിൽ ബി വോയിഡ്. നാലാമതായിട്ട്, വെൻ ഇറ്റ് ഈസ് ഫ്രോഡുലന്റ്, ഒരാളെ ചതിക്കാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത എഗ്രിമെന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി വോയിഡ്. അഞ്ചാമതായിട്ട്, ദി കൺസിഡറേഷൻ ഇൻവോൾവ്സ് ഇൻജുറി ടു എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഒരു ഇൻഡിവിജ്വലിന് ഇൻജുറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള കോൺട്രാക്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടി ഹാം ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്ട്, ഇതൊന്നും വാലിഡ് ആയിരിക്കില്ല. ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ മീൻസിലുള്ള കോൺട്രാക്ട്സ് ആണെങ്കിൽ അതും വാലിഡ് ആയിരിക്കില്ല. ആൻഡ് വിച്ച് ഈസ് ഓപ്പോസ്ഡ് ബൈ പബ്ലിക് പോളിസിയിൽ അംഗീകരിക്കാൻ സാധിക്കാത്തത്, നമ്മളുടെ ജനറൽ പബ്ലിക്കിന്റെ വ്യൂ പോയിന്റിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ട്രേഡിംഗ് വിത്ത് ആൻ എനിമി. സോ ഇന്ത്യയുടെ എനിമി പാകിസ്ഥാനായിട്ട് വാർ നടക്കുകയാണ്. വാർ സിറ്റുവേഷനിൽ നമ്മൾ അവരുമായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി അഗെയിൻസ്റ്റ് അവർ പബ്ലിക് പോളിസി. അതേപോലെ സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. ഫസ്റ്റ് തിങ് ഈസ് വാർ സിറ്റുവേഷൻ ഓർക്കുക, എനിമി ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സാഹചര്യം അംഗീകരിക്കാൻ സാധിക്കില്ല. സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ നിയമ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് വെക്കുന്നു. ഓക്കെ, നിയമ നടപടി എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് വെക്കുന്നു, അതൊന്നും പോസിബിൾ അല്ല ആസ് പെർ ലോ. ദെൻ മെയിൻ്റനൻസ് ആൻഡ് ചാമ്പറ്റി. മെയിൻ്റനൻസ് ആൻഡ് ചാമ്പറ്റി എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ചാമ്പറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിന് ഓൾമോസ്റ്റ് സിമിലർ ആണ്.
പ്രോസിക്യൂഷൻ നടക്കാതിരിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ. അതേപോലെ നമുക്കെതിരെ ഒരു ഒഫൻസ് വരുവാണ്. ഈ ഒഫൻസ് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ആ സെക്കൻഡ് പാർട്ടിയുമായിട്ട്, അതായത് നമ്മൾക്കെതിരെ കേസ് കൊടുത്ത പാർട്ടിയുമായിട്ട് ഒരു സെറ്റിൽമെന്റ് എത്തുന്നു. ആ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് നേച്ചറിലാണെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ആസ് പെർ ലോ ചാപ്റ്റർ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ദെൻ അതെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിയമപരമായിട്ടൊരു ശിക്ഷ വിധിക്കുന്നുണ്ട്. ആ ശിക്ഷയിൽ കുറച്ച് മതി എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റ് വിത്ത് ജഡ്ജ് അത് അംഗീകരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്ലോസും പോസിബിൾ അല്ല. ദെൻ അടുത്തത് ഇന്റർഫിയറൻസ് വിത്ത് ദി കോഴ്സ് ഓഫ് ജസ്റ്റിസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷനിൽ നമ്മൾ ഇടപെടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. ദെൻ ട്രാഫിക് റിലേറ്റിംഗ് ടു പബ്ലിക് ഓഫീസസ്. പബ്ലിക് ഓഫീസസിൽ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കറപ്ഷൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ്. ഇതൊന്നും നിയമപരമായിട്ട് പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ദെൻ ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് ഒബ്ലിഗേഷൻ. നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിന് നമ്മൾ റെമ്യൂണറേഷൻ കൈപ്പറ്റാൻ സാധിക്കില്ല. ദെൻ മാരേജ് ബ്രോക്കറേജ് എഗ്രിമെന്റ്. ബ്രോക്കറുമായിട്ട് എഗ്രിമെന്റ് വയ്ക്കുന്നു. സംഭവിക്കുന്നത് ഇത്ര ഡൗറി മേടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് മച്ച് പെർസെന്റേജ് ഓഫ് കമ്മീഷൻ. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒരിക്കലും വാലിഡ് അല്ല. ബിക്കോസ് ഡൗറി ഈസ് ഓൾറെഡി ബാൻഡ്. അങ്ങനെ ഒരു സിറ്റുവേഷനേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്ത്രീകളെ കച്ചവടം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് മാരേജ്. മാരേജിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ വേണ്ടി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് വാല്യബിൾ. ദെൻ എഗ്രിമെന്റ് ഇൻ ക്രിയേഷൻ ഓഫ് മോണോപോളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ്. അതായത് രണ്ട് കമ്പനികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ മോണോപോളി ആകണം എന്ന ലക്ഷ്യത്തോടുകൂടി എഗ്രിമെന്റ് വയ്ക്കുകയാണെങ്കിൽ അതും വാലിഡ് ആയിരിക്കില്ല. ബിക്കോസ് ഇന്ത്യയിൽ മോണോപോളി എന്ന് പറയുന്ന സിറ്റുവേഷനെ മുമ്പ് തൊട്ടേ അനുവദിക്കുന്നില്ല. മോണോപോളി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ചെറുകിട വ്യവസായങ്ങളെ നശിപ്പിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഇന്ത്യൻ കോമ്പറ്റീഷൻസ് ആക്ട് ആണ് 2002 പാസ്സാക്കിയ ഇന്ത്യൻ കോമ്പറ്റീഷൻസ് ആക്ട് ആണ് ഈ ഒരു പ്രൊവിഷൻ ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. മുമ്പ് മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആയിട്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞിട്ടാണ് 2002 ഇന്ത്യൻ കോമ്പറ്റീഷൻസ് ആക്ട് പാസ്സാക്കിയത്. സോ ദെൻ പിന്നെ ഓർക്കേണ്ടത് റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്. ട്രേഡിൽ നിന്നും പിന്മാറി നിൽക്കാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ്. ട്രേഡിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് അത് വാലിഡ് അല്ല. എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. നിയമപരമായിട്ടുള്ള പ്രൊസീഡിങ്സ് എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു പ്രൊവിഷനും പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് ദാറ്റ് ഇസ് നോട്ട് വാലിഡ്. ഇതെല്ലാം അൺലോഫുൾ ഒബ്ജക്റ്റ് അണ്ടർ കൺസിഡറേഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്തതായി എഗ്രിമെന്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. എഗ്രിമെന്റ് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആകുന്ന കൃത്യമായിട്ട് എക്സ്പ്രസ്ലി നമുക്ക് പറയാവുന്ന എഗ്രിമെന്റ്സ് എടുക്കുകയാണെങ്കിൽ എഗ്രിമെന്റ് അൺലോഫുൾ ഇൻ പാർട്ട്. പല രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. എക്സ്പ്രസ്ലി വോയിഡ് ആകുന്ന എഗ്രിമെന്റ്സിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് അൺലോഫുൾ ഇൻ പാർട്ട് ആണ്. അതായത് മൊത്തമായിട്ടുള്ള കോൺട്രാക്ട് അൺലോഫുൾ അല്ല, അതിലൊരു പാർട്ട് മാത്രം അൺലോഫുൾ ആണ്. ഓക്കെ, സോ ആസ് പെർ കോൺട്രാക്ട് രണ്ട് പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വിച്ച് ഈസ് നോട്ട് അലൗഡ് അണ്ടർ അവർ ലോ. ഇത് ഇല്ലീഗൽ ആണ്. രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ലീഗലി നമുക്ക് നടത്താൻ സാധിക്കും. ഓക്കെ, അതായത് എഗ്രിമെന്റ് ഈസ് ഫോർ ട്രേഡിംഗ് സംതിങ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് വയ്ക്കുന്നു. ഈ റൈസിന്റെ ഒപ്പം തന്നെ കുറച്ച് ആൽക്കഹോളും കൂടി കടത്താൻ തീരുമാനിക്കുന്നു. ഇത് രണ്ട് എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഈ എഗ്രിമെന്റ് ഒരു പാർട്ട്, അത് ആൽക്കഹോൾ കടത്തുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. സോ അത് പോസിബിൾ അല്ല. ഓക്കെ, അതർ പാർട്ട് ഈസ് പോസിബിൾ ഇഫ് ഇറ്റ് ഈസ് സെപ്പറബിൾ. രണ്ടിനെയും രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ, എഗ്രിമെന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ ഏതാണോ ലോഫുൾ ആയിട്ടുള്ളത് അത് കണ്ടിന്യൂ ചെയ്യാം. അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി നടത്താൻ സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് സെപ്പറബിൾ. സെക്കൻഡ് കേസ് പറയുകയാണെങ്കിൽ സെപ്പറബിൾ അല്ലെങ്കിൽ രണ്ടും പോസിബിൾ അല്ല. യു ഗോട്ട് ഇറ്റ്? പറഞ്ഞത് എഗ്രിമെന്റ് അൺലോഫുൾ ഇൻ പാർട്ട്
മൊത്തമായിട്ട് അൺലോഫുൾ അല്ല, പക്ഷെ അതിന്റെ ഒരു പാർട്ട് അൺലോഫുൾ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിനെയും ഡിവൈഡ് ചെയ്യാമെങ്കിൽ, സെപ്പറബിൾ ആക്കാൻ സാധിക്കുമെങ്കിൽ ലീഗൽ പാർട്ട് വാലിഡും ഇല്ലീഗൽ പാർട്ട് വോയിഡും ആകും. വെറസ് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് കോൺട്രാക്റ്റും വോയിഡ് ആയിട്ട് മാറും. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എഗ്രിമെന്റ് വിച്ച് ഈസ് അൺസർട്ടൻ. അൺസർട്ടൻ ആണ്, നടക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അൺസർട്ടൻ ആണ്. അങ്ങനെയുള്ള കേസുകളിൽ ഈവൻ ഇഫ് ദി പാർട്ടീസ് എഗ്രീസ് ടു സച്ച് ആൻ എഗ്രിമെന്റ് ഇറ്റ് ഷാൽ ബി വോയിഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി. സോ രണ്ട് പാർട്ടിയും എഗ്രി ചെയ്താൽ പോലും നടക്കാൻ ചാൻസ് ഇല്ലാത്തൊരു എഗ്രിമെന്റ് ആണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഇഫ് ഇൻ ആൻ എഗ്രിമെന്റ് ദർ ഈസ് എ വേഗ് ടേം, ഒരു ക്ലിയർ അല്ലാത്തൊരു ടേം കിടപ്പുണ്ട്, ആ എഗ്രിമെന്റിനകത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാത്തൊരു ടേം കിടക്കുന്നുണ്ട്, ബട്ട് ദർ ആർ മീൻസ് ടു അസർട്ടൈൻ ദി വേഗ് ടേം, ദി കോൺട്രാക്ട് ഈസ് നോട്ട് വോയിഡ്. ഒരു ക്ലിയർ അല്ലാത്ത ടേം കിടപ്പുണ്ട്, പക്ഷേ ആ പറയുന്ന ക്ലിയർ അല്ലാത്ത ടേം ആയാൽ പോലും അത് നടത്താനുള്ള കൃത്യമായിട്ടുള്ള വഴികളുണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ് എഗ്രിമെന്റ് വിൽ ബി വാലിഡ്. സോ ഓർക്കേണ്ടത് അൺസർട്ടൻ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത് നോർമൽ സിറ്റുവേഷൻസിൽ വോയിഡ് ആയിട്ടാണ് വരിക. വേറാസ് അൺസർട്ടൻ, നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത എഗ്രിമെന്റ് ആണ് അൺസർട്ടൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് നോർമലി വോയിഡ് ആയിട്ടാണ് വരിക. വേറാസ് വേഗമായിട്ടുള്ള ചില മാറ്റേഴ്സ് എഗ്രിമെന്റിനകത്തുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വഴികൾ പോസിബിൾ ആണെങ്കിൽ ഓക്കെ ദാറ്റ് വിൽ ബി വാലിഡ്. രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വേഗറിംഗ് എഗ്രിമെന്റ് ആണ്. വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ an agreement to give money upon happening or non happening of a certain event, ബെറ്റ് വയ്ക്കുന്ന പോലുള്ള സിറ്റുവേഷൻസ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മണി വരുവാണെങ്കിൽ, ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ നോൺ ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ ഐ വിൽ പേ യു സംതിങ് എന്ന് പറയുന്നതാണ് നോർമലി വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ബോത്ത് പാർട്ടീസ് ആർ സെറ്റ് ടു വിൻ ഓർ ലോസ്. ഒരു ഇൻഡിവിജ്വലിന് ചിലപ്പോൾ ജയിക്കാം, ആ ഇൻഡിവിജ്വൽ തോക്കാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ സെക്കൻഡ് ഇൻഡിവിജ്വൽ ജയിക്കാനും തോക്കാനുമുള്ള ചാൻസ് ഉണ്ട്. ദി ഫോളോയിങ് ആർ നോട്ട് റിഗാർഡഡ് ആസ് വേഗർ. നോർമൽ സിറ്റുവേഷനിൽ വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണ്, വോയിഡ് ആണ്, അങ്ങനെ ഒരു എഗ്രിമെന്റ് വയ്ക്കാൻ സാധിക്കില്ല. വേറാസ് വേഗറിംഗ് അല്ലാതെ ഐ മീൻ ദി ഫോളോയിങ് തിങ്സ് ആർ നോട്ട് റിഗാർഡഡ് ആസ് വേഗർ. വേഗർ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത എന്നാൽ ഇത്തരത്തിലുള്ള അൺസർട്ടൻ ഇവന്റ്സ് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ആർ ക്രോസ് വേർഡ് പസിൽസ്. ക്രോസ് വേർഡ് പസിൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോമ്പറ്റീഷൻ വാലിഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ക്രോസ് വേർഡ് പസിൽസ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ സ്കിൽ ആൻഡ് ഡിപ്പെൻഡന്റ് ഓൺ സിമിലാരിറ്റി ഓഫ് ആൻസർ വിത്ത് എഡിറ്റേഴ്സ് ആൻസർ. ഇവിടെയെല്ലാം സിമിലാരിറ്റി, ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ, നമ്മളുടെ ഒരു സ്കിൽ എലമെന്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് വേഗറിംഗ്. രണ്ടാമതായിട്ട് സ്പെക്കുലേഷൻ, സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങൾ, അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 3 ഹോഴ്സ് റേസിംഗ്, അതിന്റെ പ്രൈസ് മണി 500 അതിൽ കൂടുതലോ ആയിട്ടുള്ള ഹോഴ്സ് റേസിംഗ് പങ്കെടുക്കുകയാണെങ്കിൽ അതിനെയും വേഗറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കരുതില്ല. ദെൻ ചിറ്റ് ഫണ്ട്, ചിട്ടി പിടിക്കുന്നു, അങ്ങനെയുള്ള എഗ്രിമെന്റ് വെക്കുന്നു, അതും വേഗറിംഗ് അല്ല. ദെൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഓർ ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, ഇവിടെയും നമ്മളുടേതായ ഒരു മേ ഓർ മേ നോട്ട് എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, വിൻ ഓർ ലോസ് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇതിനെയെല്ലാം റിപ്പീറ്റ് ചെയ്യണം വേഗറിംഗ്. ഓക്കെ, വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. വേഗറിംഗ് എഗ്രിമെന്റ് മീൻസ് ആൻ എഗ്രിമെന്റ് ടു ഗീവ് മണി അപ്പോൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഇവന്റ്. ഒരു ഇവന്റ് നടക്കുകയാണ് അല്ലെങ്കിൽ നടക്കാതിരിക്കുകയാണ് എന്നുള്ള ബേസിൽ ബെറ്റ് വയ്ക്കുന്ന സിറ്റുവേഷൻസ്, അതിനെയാണ് വേഗറിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ വിൻ ലോ സിറ്റുവേഷൻ വരുവാണ്, ഒരു ഇൻഡിവിജ്വൽ ജയിക്കുകയാണെങ്കിൽ മറ്റേ ഇൻഡിവിജ്വൽ തോക്കും, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇതിനെയാണ് വേഗറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ വേഗറിംഗ് എടുക്കുമ്പോൾ അതിന്റെ പെർവ്യൂവിൽ വരാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായിട്ട് ക്രോസ് വേർഡ് പസിൽസ്, അവിടെ സ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ വേഗറിംഗ് എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമതായിട്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്, അതും വേഗറിംഗ് അല്ല, ബിക്കോസ് ഇന്റൻഷനലി എൻറ്റർ ചെയ്യുന്നതായതുകൊണ്ട് വേഗറിംഗ് ആയിട്ട് തന്നെ കരുതുന്നില്ല, ബിക്കോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. അടുത്തതായിട്ട് ഹോഴ്സ് റേസിംഗ്, അതൊരു എക്സംഷൻ ആയിട്ട് കരുതണം, ഹോഴ്സ് റേസിംഗ് അലോ ചെയ്യുന്നുണ്ട് ലീഗലി. ദെൻ അടുത്തത് ചിറ്റ് ഫണ്ട്, ചിട്ടി, അത് അലോ ചെയ്യുന്നുണ്ട്. ദെൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഓർ ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻ, ഇവിടെയും വിൻ ഓർ ലോ സിറ്റുവേഷൻസ് വരുവാണ്, ഇവൻ ദോ ഓൾ ദീസ് ആർ അലൗഡ്.
And next is game of skills and athletic competition. സോ സ്കിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതൊരു ഗെയിം ആയാലും അല്ലെങ്കിൽ അത്ലറ്റിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻസും നമുക്ക് വേഗറിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. ഫൈനലി ഇൻഷുറൻസ് കോൺട്രാക്റ്റും വേഗറിംഗ് അല്ല. ഓക്കെ, ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വേഗറിംഗ് കോൺട്രാക്ട്സ്. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വേഗറിംഗ് കോൺട്രാക്ട് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് വേഗറിംഗ് കോൺട്രാക്ട് അല്ലാത്ത സിറ്റുവേഷൻസ് ആണ്, ആയ സിറ്റുവേഷൻസ് അല്ല, അല്ലാത്ത സിറ്റുവേഷൻസ്. സോ വേഗറിംഗ് കോൺട്രാക്റ്റും വേഗറിംഗ് കോൺട്രാക്ട് അല്ലാത്ത സിറ്റുവേഷൻസും തരും. നോർമൽ കേസിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തേക്കുക. ഓക്കെ, വേഗറിംഗ് ആകണമെങ്കിൽ അതിനകത്ത് ഒരു വിൻ ലോസ് സിറ്റുവേഷൻ ഉണ്ടാകണം, ബെറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അത് വേഗറിംഗ് ആണ്. വേറെ നമ്മളിപ്പോൾ പറഞ്ഞ ക്രോസ് വേർഡ് പസിൽ, സ്പെക്കുലേഷൻ, ഹോഴ്സ് റേസ്, ചിറ്റ് ഫണ്ട്, കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, ഗെയിം ഓഫ് സ്കിൽ ആൻഡ് അത്ലറ്റിക് കോമ്പറ്റീഷൻ, ഫൈനലി ഇൻഷുറൻസ് കോൺട്രാക്ട്സ്, ഇതൊന്നും വേഗറിംഗ് അല്ല. ബിക്കോസ് നോർമലി ഇത് ലീഗലി അലോ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സർട്ടൻ എമൗണ്ട് ഓഫ് സ്കിൽ ആൻഡ് കോമ്പിറ്റൻസീസ് ആർ യൂസ്ഡ്. ഓക്കെ, ഇത്രയുമാണ് വോയിഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ദെൻ who are the parties to contract or who can perform contract? കോൺട്രാക്ട് പെർഫോം ചെയ്യുന്ന പാർട്ടീസ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രോമിസർ. ആരാണോ പ്രോമിസ് ചെയ്ത് പെർഫോം ചെയ്യാൻ എഗ്രി ചെയ്തത് ആ പാർട്ടിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺട്രാക്ട് പെർഫോം ചെയ്യാം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ ഏജന്റ്, ഈ കോൺട്രാക്റ്റിന് ചെയ്യാനുള്ള പറഞ്ഞിരിക്കുന്ന സ്കില്ലും എബിലിറ്റീസുമുള്ള ഒരു ഇൻഡിവിജ്വൽ, അദ്ദേഹത്തിനും ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോൺട്രാക്ട് പ്രകാരമുള്ള ആക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. മൂന്നാമതായിട്ട് ദി ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇൻ ദി ഇവന്റ് ഓഫ് ഡെത്ത്. മരണം സംഭവിക്കുകയാണ്, ആരാണോ പ്രോമിസറുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആരാണോ അദ്ദേഹത്തിനായിരിക്കും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ദെൻ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇൻ ദി ഇവന്റ് ഓഫ് ഡെത്ത് ഓഫ് ദി പാർട്ടീസ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കോൺട്രാക്ട്സ് ഓഫ് പേഴ്സണൽ സ്കിൽ ഓർ കോൺഫിഡൻസ്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ സ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. ലൈക്ക് ഒരു ആക്ടർ ആണെങ്കിൽ ആക്ടർ വെച്ചിരിക്കുന്ന കോൺട്രാക്ട് പ്രകാരം അദ്ദേഹത്തിന് മാത്രമേ ആക്ട് ചെയ്യാൻ സാധിക്കൂ. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് പകരം പോയി ആക്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അല്ലാതെ ബാക്കി ഏത് സിറ്റുവേഷനിലും ഇദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടി കോൺട്രാക്റ്റിൽ പിന്നീട് ഏർപ്പെടുന്നത്. കോൺട്രാക്റ്റിന്റെ പ്രോമിസ് നടത്താനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരിക്കും, ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനായിരിക്കും. ദെൻ ഒരു തേർഡ് പാർട്ടി വിച്ച് ഇസ് അപ്പോയിന്റഡ് ബൈ ഓർ അസൈൻഡ് ബൈ ദി പ്രോമിസർ. പ്രോമിസർ ഒരു തേർഡ് പാർട്ടിയോട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്യാൻ. അങ്ങനെയുള്ള കേസിൽ തേർഡ് പാർട്ടിക്കും ഈ പറയുന്ന ലീഗൽ ഒബ്ലിഗേഷൻ നടത്താൻ സാധിക്കും. ദെൻ ജോയിന്റ് പ്രോമിസേഴ്സ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ പ്രോമിസേഴ്സ് ഉണ്ടെങ്കിൽ ആ ജോയിന്റ് പ്രോമിസേഴ്സിന് എല്ലാവർക്കും ഒരുമിച്ച് വേണമെങ്കിൽ പ്രോമിസ് നടത്താൻ സാധിക്കും. അതേപോലെ അതിനകത്ത് ഏതെങ്കിലും ഇൻഡിവിജ്വൽസിന് സെപ്പറേറ്റ് ആയിട്ടും പ്രോമിസിലുള്ള ഒബ്ലിഗേഷൻ നടപ്പിലാക്കാൻ സാധിക്കും. ദെൻ രണ്ട് ടേം കൂടി അറിയണം. ഞാൻ ഇന്നലെ പറഞ്ഞാണ് അസൈൻമെന്റ്, അതേപോലെ സസഷൻ. സസഷൻ എന്ന് പറയുമ്പോൾ സസഷൻ മീൻസ് ഇൻഹെറിറ്റൻസ്. പ്രോപ്പർട്ടി നമുക്ക് റൈറ്റ്സ് ഹെറിഡേറ്ററി ആയിട്ട് കിട്ടുന്നു, പാരമ്പര്യമായിട്ട് കിട്ടുന്നു. ഇതിനെയാണ് സസഷൻ എന്ന് പറയുന്നത്. സോ സസഷൻ മീൻസ് സംതിങ് വിച്ച് വി ഗോട്ട് ബൈ ഇൻഹെറിറ്റൻസ് ഓർ ഓപ്പറേഷൻ ഓഫ് ലോ. ഇൻ സച്ച് കേസസ് ബോത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം അസറ്റ്സ് ഉണ്ടായിരുന്നു അസറ്റ്സും മൊത്തം ഇൻഡിവിജ്വലിലേക്ക്, ഫാദറിൽ നിന്ന് മകനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ ഫാദറിന്റെ ലയബിലിറ്റീസ് എല്ലാം മകനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ദർ ഇസ് എ വൺ കണ്ടീഷൻ ദാറ്റ് എത്രമാത്രം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അത്രയും മാത്രം ലയബിലിറ്റിയെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. അതിൽ കൂടുതൽ ലയബിലിറ്റി നോർമൽ കേസിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ, സോ അവിടെ ഓർക്കാൻ വേണ്ടി ആ പോയിന്റ് കൂടി ഓർത്തേക്കുക. ലയബിലിറ്റി ടു ദി എക്സ്റ്റെന്റ് ഓഫ് അസറ്റ്, എത്രമാത്രം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ലയബിലിറ്റി മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ. ദെൻ അസൈൻമെന്റ് എടുക്കുകയാണെങ്കിൽ അസൈൻമെന്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. സസഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. അസൈൻമെന്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ്, ചെയ്യാനുള്ള അവകാശം മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് പ്രകാരമുള്ള ഒബ്ലിഗേഷൻ മറ്റൊരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്നു. ഇതൊക്കെ അസൈൻമെന്റ് ആണ്. റൈറ്റ്സ് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന അവകാശമാണെങ്കിൽ അത് മേടിക്കാനുള്ള അവകാശം നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം അസൈൻമെന്റ് എക്സാമ്പിൾ ആണ്. ഇതും ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരമാകാം, നിയമപരമായിട്ട് അസൈൻമെന്റ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഒരു എഗ്രിമെന്റ് വെച്ചുകൊണ്ടും അസൈൻമെന്റ് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഓർക്കേണ്ടത് ലയബിലിറ്റീസ് ആർ അസൈൻഡ് ഓൺലി വിത്ത് ദി കൺസെന്റ് ഓഫ് ഓൾ പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. ലയബിലിറ്റിയുടെ കേസ് നമ്മൾ സസഷനിൽ പറഞ്ഞത് അസറ്റ്സ് എത്ര ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ആകുമെന്നാണ്. അതോടൊപ്പം തന്നെ അസറ്റിൽ കൂടുതൽ ലയബിലിറ്റീസ് ഒരിക്കലും ട്രാൻസ്ഫർ ആവില്ല, അത് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ അസൈൻമെന്റ് നോക്കുകയാണെങ്കിൽ അസൈൻമെന്റിന്റെ കേസിൽ
സംഭവിക്കുന്നത് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആരാണോ ഇതിനകത്ത് വരുന്ന 3 പാർട്ടീസ്, ആ 3 പാർട്ടീസിന്റെയും എഗ്രിമെന്റോട് കൂടി മാത്രം 3 പാർട്ടീസും അംഗീകരിച്ചാൽ മാത്രമേ ലയബിലിറ്റി ട്രാൻസ്ഫർ ആവുള്ളൂ. ഇൻ കേസ് ഓഫ് അസൈൻമെന്റ് അസറ്റ് ട്രാൻസ്ഫർ ആവും. ലയബിലിറ്റി ട്രാൻസ്ഫർ ആവണമെങ്കിൽ അസൈനിയും അസൈനറും ഒക്കെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ എമൗണ്ട് ട്രാൻസ്ഫർ ആവൂ. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹു ആർ ദി പാർട്ടീസ് ടു കോൺട്രാക്ട്, ദെൻ ആർക്കാണ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്, സസെഷന്റെ കൺസെപ്റ്റ് എന്താണ്, ഹൗ സസെഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം അസൈൻമെന്റ്, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മൂവിങ് ഓൺ, ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. ഏത് ടൈമിൽ എവിടെ വെച്ചാണ് ഈ പറയുന്ന പെർഫോമൻസ് നടത്തേണ്ടത്? സോ നമുക്ക് ഓരോ കേസായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് വെൻ ദർ ഇസ് നോ ടൈം സ്പെസിഫൈഡ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പ്രകാരം ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇത്ര നാൾക്കുള്ളിൽ എന്നുള്ള രീതിയിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒരു റീസണബിൾ ടൈമിനുള്ളിൽ പെർഫോം ചെയ്യണം. റീസണബിൾ ടൈം എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, രണ്ടാമതായിട്ട് നോ സ്പെസിഫൈഡ് ഡേറ്റ്, ഡേ സ്പെസിഫൈഡ് ബട്ട് നോ ടൈം സ്പെസിഫൈഡ്. ഡേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നോർമലി ഡേ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഡേയിൽ ബിസിനസ് അവേഴ്സിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യണം. രണ്ട് കാര്യങ്ങളായി, ടൈം പറഞ്ഞിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ, ദെൻ ഡേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ടൈം പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോർമൽ ബിസിനസ് അവേഴ്സിൽ പെർഫോം ചെയ്യണം. മൂന്നാമതായിട്ട് നോ പ്ലേസ് ഈസ് ഫിക്സ്ഡ്. പ്ലേസ് ഫിക്സ് ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ. ആരാണോ ഈ എഗ്രിമെന്റ് പ്രകാരം പ്രോമിസർ ആയിട്ട് വരുന്നത് ആ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോമിസിയോട് ഏത് സ്ഥലത്ത് വെച്ച് ഞാൻ ഈ പെർഫോമൻസ് നടത്തണം എന്ന് ചോദിക്കുക എന്നുള്ളത് ആ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ പെർഫോമൻസ് ഓൺ പർട്ടിക്കുലർ ഡേ ബട്ട് പ്രോമിസർ വിൽ നോട്ട് പെർഫോം അൺലെസ് ആസ്ക്ഡ് ബൈ ദി പ്രോമിസി. ദാറ്റ് ഈസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസർ പെർഫോം ചെയ്യണമെങ്കിൽ അത് പ്രോമിസി ചോദിച്ചതിന് ശേഷം മാത്രമേ എന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ, നോട്ട് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസി. ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ ടു ആസ്ക് പ്രോമിസി ടു ഫിക്സ് എ റീസണബിൾ പ്ലേസ്. സ്ഥലത്തിന്റെ കാര്യങ്ങളും സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺട്രാക്ട് പ്രകാരം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രോമിസർ വിൽ നോട്ട് പെർഫോം അൺലെസ് ആസ്ക്ഡ് ബൈ ദി പ്രോമിസി. പ്രോമിസി ചോദിക്കാതെ ഞാൻ ഒരിക്കലും പെർഫോം ചെയ്യില്ല എന്ന് പറയാനുള്ള അധികാരം തന്നെ പ്രോമിസർക്കില്ല. ബിക്കോസ് എഗ്രിമെന്റ് പ്രകാരം പ്രോമിസ് കൊടുത്തിട്ടുള്ളത് പ്രോമിസറാണ്. ദാറ്റ് മീൻസ് ടൈം ഫിക്സ് ചെയ്യാനും പ്ലേസ് ഡിസൈഡ് ചെയ്യാനും ഒക്കെ നോർമൽ കേസിൽ പ്രോമിസറാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. പ്ലേസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, പ്ലേസിന്റെ കേസിൽ പ്രോമിസിയെ വിളിച്ച് ചോദിക്കണം ഏത് സമയത്താണ് ഞാൻ റെഡിയാണ്, ഞാൻ പെർഫോം ചെയ്യാൻ തയ്യാറാണ്, ഏത് സ്ഥലത്താണ് ഈ പറയുന്ന എഗ്രിമെന്റ് ഞാൻ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കണം. ഇനി ടൈം ആണെങ്കിൽ ടൈമിന്റെ കേസിൽ ഒരു റീസണബിൾ ടൈം നമുക്ക് ഫോളോ ചെയ്യാം. വെൻ ദർ ഇസ് നോ ടൈം മെൻഷൻഡ് ആസ് പെർ കോൺട്രാക്ട്. കോൺട്രാക്ട് പ്രകാരം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈം എന്ന് പറയുന്ന ഡോക്ട്രീൻ വരും. രണ്ടാമതായിട്ട് ഡേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അർത്ഥം ബിസിനസ് അവേഴ്സിൽ ഇത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇനി പ്ലേസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ. പ്ലേസുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു സിറ്റുവേഷനിലും ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി പ്രോമിസർ. ദെൻ എഫക്റ്റ് ഓഫ് റെഫ്യൂസൽ ടു അക്സെപ്റ്റ് പെർഫോമൻസ്. ഇത്തരത്തിലൊരു പെർഫോമൻസ് റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് പ്രോമിസർ റെഡിയായി, പ്രോമിസർ മുന്നോട്ട് പറയുന്നു ഞാൻ പെർഫോം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ പ്രോമിസി അത് റെഫ്യൂസ് ചെയ്യുകയാണ്, എനിക്ക് ആ പെർഫോമൻസ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, when the promiser offers to perform the promise, that is the important thing. പ്രോമിസർ ഓഫർ ചെയ്താൽ മാത്രം ഞാനത് പെർഫോം ചെയ്യാൻ റെഡി ആണെന്ന് പ്രോമിസർ പറയണം. പ്രോമിസർ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് അദ്ദേഹം ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല, ആൻഡ് ടൈമും പ്ലേസും ആസ് പെർ ഗിവൺ ഇൻ കോൺട്രാക്ട് ആണ്, ആൻഡ് ദി പ്രോമിസി ഈസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു എക്സാം ദി തിങ്. പ്രോമിസിക്ക് ഇയാൾ പറയുന്ന ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഡെലിവറി ചെയ്യേണ്ട പ്രൊഡക്റ്റ് നോക്കാൻ പ്രോമിസിക്ക് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്, എക്സാമിൻ ചെയ്യാനുള്ളൊരു സ്ഥലവും നമ്മൾ അലോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോമിസി ക്യാൻ നെവർ വിഡ്രോ ഫ്രം ഹിസ് പ്രോമിസ്. ഓക്കെ, ഈ അഗ്രിമെന്റിൽ നിന്നും പ്രോമിസിക്ക് പുറത്തു പോകാൻ പിന്നീട് സാധിക്കില്ല. ലെറ്റ് മി റിപ്പീറ്റ്, പ്രോമിസി ഒരു പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാലുള്ള ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്.
പ്രോമിസർ, അതിനകത്തുള്ള ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് പ്രോമിസർ ഓഫർ ചെയ്യണം. ഓക്കെ, ഓഫർ ചെയ്താൽ മാത്രമേ പ്രോമിസി അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പ്രോമിസർ ഓഫർ ചെയ്യുക എന്നുള്ള ടൈമുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്, ഓഫർ ചെയ്യുന്നത് അൺകണ്ടീഷണലി ആയിരിക്കണം. അതിനൊരു നിബന്ധനകളും വെക്കാൻ പാടില്ല. കോൺട്രാക്ട് പ്രകാരം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലായിരിക്കണം ഓഫർ ചെയ്യേണ്ടത്. അതേ ടൈമിലായിരിക്കണം, അതേ ഡേയിലായിരിക്കണം. ദെൻ എന്തെങ്കിലും ഒരു സബ്ജക്ട് മാറ്റർ ആണ് ഡെലിവർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളെങ്കിൽ ആ സബ്ജക്ട് മാറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ പ്രോമിസിയെ അലോയും ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ പ്രോമിസി മസ്റ്റ് അക്സെപ്റ്റ്. അദ്ദേഹത്തിന് പിന്നീട് ഒരു രീതിയിലും വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോമിസർക്ക് യാതൊരു ലയബിലിറ്റിയും പിന്നീട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പ്രോമിസർ ഈസ് നോട്ട് ലയബിൾ ഫോർ നോൺ പെർഫോമൻസ് നോട്ട് ഡസ് ലോസ് ഓഫ് ഹിസ് റൈറ്റ്സ്. ഓക്കെ, ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ എല്ലാ കാര്യവും പ്രോമിസർ ചെയ്തിട്ടുണ്ട്, പ്രോമിസറുടെ ഭാഗം ക്ലിയർ ആണ് എന്നാണ് അർത്ഥം. അതിനർത്ഥം പ്രോമിസർ വിൽ നോട്ട് ബി ലയബിൾ ആഫ്റ്റർ ദിസ് ഇവന്റ്. ക്ലിയർ ആണോ? മനസ്സിലായോ? Is it clear? Okay. No. ഏതാണ് മനസ്സിലാവാത്തത്? പറഞ്ഞോളൂ, ഏതാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ക്ലിയർ അല്ലായിരുന്നു. കേൾക്കാം. അതായത് കുറച്ച് ഗുഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് തരാമെന്നാണ് പ്രോമിസ് ചെയ്തിരുന്നത്. ഓക്കെ, എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരുന്നത്. പ്രോമിസർ ആ ഡേറ്റ് ആകുമ്പോൾ പ്രോമിസിയെ വിളിച്ച് പറയുകയാണ്, ഞാൻ റെഡിയാണ്, ആസ് പെർ എഗ്രിമെന്റ് ഈ പ്രോഡക്റ്റ് ഞാൻ ഡെലിവർ ചെയ്യാൻ റെഡിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ഫർദർ കണ്ടീഷനും മുന്നോട്ട് വയ്ക്കാൻ പാടില്ല. ഓക്കെ, റെഡിയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇത്ര രൂപ അഡീഷണൽ ആയിട്ട് തന്നാൽ മാത്രമേ ഞാൻ ഈ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യൂ എന്ന് പ്രോമിസർ പറഞ്ഞാൽ ദാറ്റ് വിൽ നോട്ട് ബി വാലിഡ്. ബിക്കോസ് എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന രീതി തന്നെ ആയിരിക്കണം കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണോ എഗ്രിമെന്റ് പറഞ്ഞിരിക്കുന്ന ടൈം, ആ ടൈമിൽ തന്നെ ഡെലിവർ ചെയ്യണം. എന്താണോ എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെ ആയിരിക്കണം. അതേപോലെ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒരു തവണ നോക്കാൻ, ബിക്കോസ് ഡെലിവർ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള അധികാരം പ്രോമിസിക്കുണ്ട്. ആരാണോ അത് മേടിക്കുന്ന ആ ഇൻഡിവിജ്വലിനുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരവും ഒരുക്കണം. ഇത് മൂന്നും ചെയ്തിട്ടാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ദെൻ പിന്നീട് പ്രോമിസർക്ക് യാതൊരു ലയബിലിറ്റിയും ഉണ്ടായിരിക്കില്ല. ലയബിലിറ്റി മൊത്തം പിന്നീട് പ്രോമിസിക്കായിരിക്കും. പ്രോമിസിയുടെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷൻ വരെ പ്രോമിസി കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു വിചാരിക്കുക, പ്രൊഡക്റ്റ് തന്നെ എടുക്കാം. പ്രൊഡക്റ്റിന്റെ കേസിൽ ഡെലിവർ ചെയ്യുവാണ്. ഡെലിവർ ചെയ്യാൻ പറഞ്ഞ ഡേറ്റിൽ ഡെലിവർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പറഞ്ഞ എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രോമിസർ വിളിച്ചു പറയുന്നു. ദാറ്റ് കേസ് ഇൻഡിവിജ്വൽ പറയാണ് എനിക്ക് വേണ്ട ഇനി ആ പ്രൊഡക്റ്റ് എന്ന് പറയാനുള്ള അവകാശം ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. ഇഫക്റ്റ് ഓഫ് റെഫ്യൂസൽ ബൈ എ പാർട്ടീസ് ടു പെർഫോം. ഈ പറയുന്ന കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒരു പാർട്ടി പെർഫോം ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്? ഒന്നാമതായിട്ട് ഇഫ് വൺ ഓഫ് ദി പാർട്ടീസ് ഹാസ് റെഫ്യൂസ്ഡ് ടു പെർഫോം ദി കോൺട്രാക്ട്, ദി അതർ പാർട്ടി മേ. ഇത് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ടെർമിനേറ്റ് ദി കോൺട്രാക്ട്. രണ്ട് പാർട്ടീസാണ് കോൺട്രാക്ട് പ്രകാരമുള്ളത്. ഇതിൽ ഒരു പാർട്ടി പറയുകയാണ് ഞാൻ ആ പറയുന്ന കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടി പെർഫോം ചെയ്യാൻ എഗ്രി ചെയ്ത ഇൻഡിവിജ്വലിന് വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ബൈ വേർഡ്സ് ഓർ കണ്ടക്ട് about the intention to carry out the contract. Once he accepts the contract, it cannot cancel the same. Okay, so ഓർക്കുക, രണ്ടാമത്തെ പാർട്ടി അയാളുടെ എനിക്ക് ഈ പറയുന്ന കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ട്, ഞാൻ അതിന് ആസ് പെർ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഒബ്ലിഗേഷൻ പറയുന്നുണ്ടോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, പെർഫോം ചെയ്യാനുള്ള ഓഫറാണ്, ഞാനത് പെർഫോം ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം വൺ പാർട്ടി എഗ്രി ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ റെസ്പോൺസിബിലിറ്റി മൊത്തമായിട്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് പോകും. പിന്നീട് പ്രോമിസർക്ക് യാതൊരു ഒബ്ലിഗേഷനും ഉണ്ടാവില്ല. ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ സെയിം തിങ്. ഓക്കെ, സോ
ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ പെർഫോം ചെയ്യാമെന്ന് എഗ്രി ചെയ്ത പാർട്ടിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാം, രണ്ടാമതായിട്ട് പെർഫോം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഇന്ന രീതിയിൽ ഞാൻ ഡെലിവർ ചെയ്യാം, നിങ്ങൾ പറഞ്ഞ എല്ലാ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഞാൻ ഫോളോ ചെയ്യാം എന്ന് അറിയിക്കണം സെക്കൻഡ് പാർട്ടിയെ. അറിയിച്ചതിന് ശേഷം പെർഫോമൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നഷ്ടങ്ങൾ ഈടാക്കാനുള്ള അധികാരവും പ്രോമിസർക്കുണ്ട്. ഓക്കെ, ദെൻ ജോയിന്റ് പ്രോമിസേഴ്സ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നിട്ടാണ് പ്രോമിസ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ജോയിന്റ് പ്രോമിസർക്കും ലയബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആളുകളാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ലയബിലിറ്റി ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മരിച്ചു പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മരിച്ചു പോവുകയാണെങ്കിൽ, ലെറ്റ് മി റിപ്പീറ്റ്, ഈ മരിച്ചുപോയ ഇൻഡിവിജ്വലിന്റെ ലീഗൽ ഹെയേഴ്സും അയാളുടെ പാരമ്പര്യത്തിലുള്ള പിന്നീട് അയാളുടെ പ്രോപ്പർട്ടി കൈവശം വയ്ക്കുന്ന ഇൻഡിവിജ്വൽ ആരാണോ അവർക്കും ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. First one is that each of the joint promisor are jointly liable for his share and severely liable for the whole share. So പറഞ്ഞിരിക്കുന്ന മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ കോൺട്രാക്ട് എഗ്രിമെന്റ് പ്രകാരം എന്താണോ ഈ ജോയിന്റ് പ്രോമിസേഴ്സ് എഗ്രി ചെയ്തിട്ടുള്ളത് അത് ചെയ്തു തീർക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും അതിനകത്ത് ലയബിലിറ്റി ഉണ്ടാവും. ഫസ്റ്റ് തിങ്. രണ്ടാമതായിട്ട്, if any of the joint promisor has performed the whole contract, he may compel the others to contribute to the performance. അതായത് 5 പേര് ചേർന്നിട്ടാണ് ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ എഴുതിയത്. അഞ്ച് ജോയിന്റ് പ്രോമിസേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ഒരാള് അതിലെ എല്ലാ ഒബ്ലിഗേഷൻസും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇദ്ദേഹം നടത്തി കഴിഞ്ഞാൽ, കോൺട്രാക്ട് പ്രകാരമുള്ള ഒബ്ലിഗേഷൻ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 4 പേരുടെ കയ്യിൽ നിന്നും കോമ്പൻസേഷൻ മേടിക്കാനുള്ള അധികാരം ഈ ഇൻഡിവിജ്വലിനുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അതാണ്. കിട്ടിയോ? മനസ്സിലായോ? കോമ്പൻസേഷൻ ഇൻ ദി സെൻസ് ആ ജോബ് പെർഫോം ചെയ്യാൻ പറയുന്നതാകാം. ബാക്കിയുള്ളവരോട് ഇന്ന രീതിയിൽ നിങ്ങളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തേ പറ്റൂ എന്ന് പറയാനുള്ള അധികാരമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമതായി, ഇഫ് എനി വൺ ഓഫ് ദി ജോയിന്റ് പ്രോമിസേഴ്സ് മേക്ക് എ ഡിഫോൾട്ട്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ, ഇൻ സച്ച് കോൺട്രിബ്യൂഷൻ ഓർ ഈസ് അൺഏബിൾ ടു കോൺട്രിബ്യൂട്ട്, then his loss shall be borne by the others in their profit sharing proportion. So ഒരു ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്നില്ല, ഡിഫോൾട്ട് വരുത്തി. അങ്ങനെ ഒരു ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഡിവിജ്വൽസ് എല്ലാവരും കൂടി ചേർന്ന് അയാളുടെ ഡിഫോൾട്ട് നള്ളിഫൈ ചെയ്യണം. ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ തന്നെ 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 4 പേര് ആ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ചെയ്തു. 5ാമത്തെ ആൾക്ക് ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരു ഇൻസോൾവെന്റ് ആയി മാറി, ഇതിന്റെ കാശില്ല, ഇനി ആ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ വരുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 പേരും കൂടി ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ നടത്തേണ്ടി വരും. ക്ലിയർ? നാലാമത്തെ പോയിന്റ്, ഇഫ് എനി ഓഫ് ദി ജോയിന്റ് പ്രോമിസർ ഈസ് ഡെഡ്, ഏതെങ്കിലും ഒരു ജോയിന്റ് പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലീഗൽ എയ്ഡ്സ് along with other promises will have to do. ഓക്കെ, പ്രോമിസ് ഒരു കാരണവശാലും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ആരെങ്കിലും ഒരു പ്രോമിസർ മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലീഗൽ എയ്ഡ്സ് അത് കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ എല്ലാവരും ഒരുമിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ലീഗൽ ഹെയേഴ്സിന് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ലയബിലിറ്റി ഓഫ് ജോയിന്റ് പ്രോമിസർ. ഓക്കെ അല്ലേ? വലിയ കൺഫ്യൂഷൻ വരേണ്ട കേസില്ല. മാത്രമല്ല ഇതിനകത്ത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കണം. ബിക്കോസ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ഈ ഏരിയകൾക്ക് സിഗ്നിഫിക്കൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കാണാൻ സാധിക്കില്ല. മൂവിങ് ഓൺ. റെസിപ്രോക്കൽ പ്രോമിസസ്. റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികളും മ്യൂച്വലി എഗ്രി ചെയ്യുന്ന, രണ്ട് പാർട്ടികളും എഗ്രി ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. നോർമൽ കോൺട്രാക്ട്സ് ആണ് റെസിപ്രോക്കൽ പ്രോമിസസ് വരുന്നത്. കോൺട്രാക്ട് പ്രകാരം രണ്ട് പാർട്ടിയും എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടാവും. സോ പ്രോമിസസ് ആർ പെർഫോംഡ് സൈമൾട്ടേനിയസ്ലി. റെസിപ്രോക്കൽ പ്രോമിസസ് വന്നു കഴിഞ്ഞാൽ നോർമലി രണ്ടുപേരും ഒരുമിച്ചായിരിക്കും അത് ആ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ നടപ്പിലാക്കുന്നത്. ദെൻ promisor need to perform his promise unless the promisee is ready and willing to perform his promise. So normally promisor ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
ആരാണോ പ്രോമിസ് ചെയ്തത് ആ പ്രോമിസറാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെയ്യേണ്ടത്. ബിക്കോസ് രണ്ടും സൈമിൾട്ടേനിയസ്ലി ആണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ ഫാക്ട്. ഇൻ ദാറ്റ് കേസ് പ്രോമിസി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെയ്യാമെന്ന് എഗ്രി ചെയ്താൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ലെറ്റ് മീ റിപ്പീറ്റ്. റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിയും അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ്, രണ്ട് പാർട്ടീസും. ഓക്കെ, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു. സാധനം മേടിക്കുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കും, പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരും. രണ്ട് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ആക്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. സോ ഇവിടെ രണ്ട് പാർട്ടിയും ഒരു പെർഫോമൻസ് ഇവിടെ നടത്തുന്നുണ്ട്. ഇതൊരു നല്ല റെസിപ്രോക്കൽ പ്രോമിസ് അല്ല, എന്നാലും ഒരു എക്സാമ്പിളിന് വേണ്ടി. ഇൻ ദാറ്റ് കേസ് പ്രോഡക്റ്റ് തരുന്നില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ടി ആ ഒരു ഡെലിവറി പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അതാ പറഞ്ഞത്, പ്രോമിസർ നീഡ് നോട്ട് പെർഫോം ദി പ്രോമിസ് അൺലെസ് ദി പ്രോമിസി ഈസ് റെഡി. പ്രോമിസി ഈസ് റെഡി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് കൊടുക്കുന്ന ആളാണ് പ്രോമിസർ എന്ന് പറയുന്നത് പൈസ തരാവുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടാവണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓർക്കുക. രണ്ട് സൈഡിലും രണ്ട് ഇൻഡിവിജ്വൽസും പെർഫോമൻസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ദെൻ ഇറ്റ് ഈസ് നോട്ട് ദി ഒബ്ലിഗേഷൻ ഓഫ് ദി പ്രോമിസർ. ഓക്കെ, മൂന്നാമതായിട്ട് ദി ഓർഡർ ഓഫ് പെർഫോമൻസ് മേ ബി ഫിക്സ്ഡ് എയ്തർ ബൈ എഗ്രിമെന്റ് ഓർ ബൈ ഇംപ്ലിക്കേഷൻ. അതായത് പെർഫോമൻസ്, ഈ പറയുന്ന ഓർഡർ, ആരാദ്യം പെർഫോം ചെയ്യണം, ആരാണ് രണ്ടാമത് പെർഫോം ചെയ്യേണ്ടത്, ഇതിന്റെ ഓർഡർ തീരുമാനിക്കുന്നത് ബൈ ആൻ എഗ്രിമെന്റ് ആവും. രണ്ടുപേരും എഗ്രി ചെയ്തിട്ടുണ്ടാകും, ആദ്യം ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ ഈ രീതിയിൽ പെർഫോം ചെയ്യാം. അങ്ങനെ ബൈ എഗ്രിമെന്റ് ക്ലിയർ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ബൈ ഇംപ്ലിക്കേഷൻ ആണ്. നോർമലി ഇങ്ങനെയാണ് ചെയ്യാറ്. ഫീസ് അടച്ചു കഴിയുമ്പോഴായിരിക്കും അവർ റിസീപ്റ്റ് തരുന്നത്. ഓക്കെ, സോ അതൊരു ഇംപ്ലിക്കേഷൻ ആണ്. നോർമലി എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ, രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇൻ കേസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ്, ഇഫ് one party prevents the other from performing the contract, the party is in any case reciprocal promise ആണെങ്കിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ പെർഫോം ചെയ്യുന്നതിൽ നിന്ന് തടയുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്ന്, അദ്ദേഹത്തിന് പിന്നീട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല, ഒബ്ലിഗേഷൻ ഉണ്ടാവില്ല. രണ്ടാമതായിട്ട്, ബട്ട് ഹാസ് ദി റൈറ്റ് ടു ക്ലെയിം ഡാമേജസ്. ഞാൻ പെർഫോം ചെയ്യാൻ തയ്യാറായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങളുടെ പെർഫോം ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എനിക്ക് ഡാമേജ് കിട്ടണം എന്ന് പറയാനുള്ള അധികാരവും റെസിപ്രോക്കൽ പ്രോമിസ് പ്രകാരം ഉണ്ടായിരിക്കും, ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ. സോ ദീസ് ആർ ദി പോയിന്റ്സ്. റെസിപ്രോക്കൽ പ്രോമിസസ് ഓർക്കുക, രണ്ട് പാർട്ടിയും പെർഫോമൻസ് ഉണ്ടാവും. രണ്ട് പാർട്ടിയും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പെർഫോം ചെയ്യാൻ തയ്യാറാണ്. രണ്ടുപേരുടെയും പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എഗ്രിമെന്റ് കംപ്ലീറ്റ് ആവൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ രണ്ടുപേരും പെർഫോം ചെയ്യേണ്ടത് സൈമിൾട്ടേനിയസ്ലി ആണ്, ഒരുമിച്ച് തന്നെ പെർഫോം ചെയ്യുക. ഇൻ ദാറ്റ് കേസ് പ്രോമിസർ പെർഫോം ചെയ്യേണ്ടത് പ്രോമിസി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെയ്താൽ മാത്രം മതി. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇംപ്ലിക്കേഷൻ ആണ്, ഇതിന്റെ ടൈമിംഗ് ആണ് പെർഫോമൻസിന്റെ. അത് എഗ്രിമെന്റ് പ്രകാരം ഇവർക്ക് എഴുതി വെക്കാം. ആദ്യം ഒരാളുടെ പെർഫോമൻസ്, രണ്ടാമത് മറ്റേയാളുടെ എന്നുള്ള എഗ്രിമെന്റ് പ്രകാരം ചെയ്യാം. എഗ്രിമെന്റ് പറയുന്നില്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ, നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ച്. ദെൻ റെസിപ്രോക്കൽ പ്രോമിസസ് ഒരു ഇൻഡിവിജ്വൽ നടത്തുന്നില്ലെങ്കിൽ മറ്റേ പാർട്ടിയുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കില്ല, ഒബ്ലിഗേഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്, നഷ്ടപരിഹാരം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇത്രയും റെസിപ്രോക്കൽ പ്രോമിസിനെ പറ്റി. ദെൻ അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. ഒന്നിൽ കൂടുതൽ ഡെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ബിയുടെ കയ്യിൽ നിന്നും പല ലോൺ എടുത്തിട്ടുണ്ട്, പല രീതിയിലുള്ള. ബി എന്ന് പറയുന്ന ഒരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക, ഒന്നിൽ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻ സച്ച് സിറ്റുവേഷൻ റീപേയ്മെന്റ് വരുമ്പോൾ ഏതൊക്കെ ഡെറ്റിലാണ് അപ്രോപ്രിയേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. സോ ദി ഡെറ്റർ വിൽ സ്പെസിഫൈ. ഒന്നാമത്തെ കേസ്, ഡെറ്റർ പറയാണ് ഇന്ന ലോണുമായി ബന്ധപ്പെട്ട് ഇന്ന ഡെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട്, ഇഫ് പേയ്മെന്റ് ഇസ് മെയ്ഡ് ത്രൂ അക്കൗണ്ട് വഴി അടയ്ക്കുന്നുള്ളൂ, ഏത് ഡെറ്റുമായി ബന്ധപ്പെട്ട് ആണ് ഈ പേയ്മെന്റ് എന്ന് പറയുന്നില്ല. ഇൻ സച്ച് സിറ്റുവേഷൻസ് ക്രെഡിറ്റർ ഹാസ് ദി ഫ്രീഡം. ക്രെഡിറ്റർക്ക് ഡിസൈഡ് ചെയ്യാം ഏത് അക്കൗണ്ടിൽ ഡെറ്റ് ഇടണമെന്ന്. മൂന്നാമതായിട്ട്, ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ്, ഒന്നും പറഞ്ഞിട്ടില്ല, എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഏറ്റവും ആദ്യം എടുത്ത ഡെറ്റിലായിരിക്കണം അടയ്ക്കേണ്ടത്. സോ ഇത് ജസ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ് വിത്ത് റിലേറ്റ് ടു ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ റിലേഷൻഷിപ്പ് വരുമ്പോൾ
എങ്ങനെയായിരിക്കണം പേയ്മെന്റ് അപ്പോർഷൻ ചെയ്യേണ്ടത്? മീൻസ് റീപേയ്മെന്റ് വരുമ്പോൾ ഡെറ്റ് നമ്മൾ കൊടുക്കുന്നു, ആ ഡെറ്റിനകത്തുള്ള റീപേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തമായിട്ട് അടയ്ക്കുന്നില്ല, ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ഡെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ലോൺ ആയിട്ട് എടുക്കുക, ഒന്നിൽ കൂടുതൽ ലോൺ എടുത്തിട്ടുണ്ട്, റീപേയ്മെന്റ് വരുന്നത് ഡെറ്റർ ആണ് കൊണ്ടുവന്ന് അടയ്ക്കുന്നതെങ്കിൽ അയാൾ പറയുന്ന അക്കൗണ്ടിൽ തന്നെ ഇടുക. ഇനി രണ്ടാമതായിട്ട് ഡെറ്റർ അക്കൗണ്ട് ബാങ്ക് വഴി ഒരു സം അയക്കുവാണ്, അത് ഏത് അക്കൗണ്ടിലേക്കാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്രെഡിറ്റർക്ക് തീരുമാനിക്കാം ഏത് അക്കൗണ്ടിൽ ഇടണമെന്ന്. മൂന്നാമതായിട്ട് ഈ എമൗണ്ട് ഏൽപ്പിക്കുന്നു, പക്ഷെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഏത് അക്കൗണ്ടിന് വേണ്ടിയാണ് ഈ എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഏറ്റവും ആദ്യത്തെ ലോൺ ഏതാണോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കണം ഈ എമൗണ്ട് അടയ്ക്കേണ്ടത്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണ് ചോദിക്കാം. അപ്രോപ്രിയേഷന്റെ ഓർഡർ, ആ ഓർഡർ ഒന്ന് ഓർത്തേക്കണം. മൂവിങ് ഓൺ. ടൈം ഓഫ് പെർഫോമൻസ്, ടൈം ഓഫ് എസെൻസ്, ടൈം നോട്ട് ഓഫ് എസെൻസ്. സോ ഇൻ കേസ് രണ്ട് രീതിയിൽ ടൈം ഓഫ് പെർഫോമൻസിന്റെ പെർവ്യൂവിൽ നമുക്ക് എഗ്രിമെന്റിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് എസെൻസ്, ടൈം എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കോമ്പോണന്റ് ആവുന്ന സിറ്റുവേഷൻ. രണ്ടാമതായിട്ട് ടൈം എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കോമ്പോണന്റ് അല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ. എസെൻഷ്യൽ കോമ്പോണന്റ് ആണെങ്കിൽ ഇഫ് ദി ടൈം ഈസ് ഓഫ് എസെൻസ് ആൻഡ് ദി പാർട്ടി ഫെയിൽസ് ടു പെർഫോം ദി അഗ്രീഡ് പാർട്ടി ഹാസ് എ റൈറ്റ് ടു അവോയ്ഡ് ദി കോൺട്രാക്ട്. ടൈം സിഗ്നിഫിക്കൻ്റ് ആണ് ആസ് പെർ കോൺട്രാക്ട്. അങ്ങനെയാണെങ്കിൽ ആ ടൈമിനുള്ളിൽ ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ദി അഗ്രീഡ് പാർട്ടി ഹാസ് ദി റൈറ്റ് ടു അവോയ്ഡ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഒഴിവാക്കാനുള്ള അവകാശം അഗ്രീഡ് പാർട്ടിക്കുണ്ട്. ഇഫ് ദി പാർട്ടി അക്സെപ്റ്റ് ദി പെർഫോമൻസ് at any time other than fixed or contract, then he can claim damages only if he gives a notice. So രണ്ട് ഓപ്ഷൻസ്. ഒന്ന്, ഒരു പെർഫോമൻസ് നടത്താമെന്ന് പറഞ്ഞൊരു ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, ആ ടൈമിന് ശേഷമാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് തിങ് എഗ്രീഡ് പാർട്ടിക്ക് ആ പെർഫോമൻസ് വേണ്ട എന്ന് വയ്ക്കാം, ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. രണ്ടാമതായിട്ട് അക്സെപ്റ്റ് ചെയ്യാം, ഈ ലേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഈ ക്യാൻ ക്ലെയിം ഡാമേജസ്. ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത്രയും നഷ്ടം വന്നു, അത്രയും നഷ്ടം നിങ്ങൾ തരണം എന്നുള്ള രീതിയിൽ ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഡാമേജ് ക്ലെയിം ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയും ഡാമേജ് വന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് സെക്കൻഡ് പാർട്ടിക്ക് അഗ്രീഡ് പാർട്ടി കൊടുക്കണം. ഓക്കെ, ദെൻ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലാത്ത, ടൈം ഈസ് നോട്ട് ആൻ എസെൻസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇഫ് ദി ടൈം of the time is not an essence and party fails to perform within the time, the contract is valid. Time ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല എന്ന് വിചാരിക്കുക, ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല, ടൈമിന് ശേഷമാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പോലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ലേറ്റ് ആയതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ച്വൽ എഗ്രിമെന്റിനകത്ത് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ഡിലേയുമായി ബന്ധപ്പെട്ട് അഗ്രീഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഡാമേജ് ക്ലെയിം ചെയ്യാൻ സാധിക്കും, പക്ഷെ കോൺട്രാക്ട് വിൽ ബി വാലിഡ്. കിട്ടിയോ? മനസ്സിലായോ? ടൈമിന്റെ കേസാണ് പറഞ്ഞത്. കോൺട്രാക്ടിന്റെ ഡിഫറെന്റ് കോമ്പോണൻസ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈമിന്റെ മാത്രം. ടൈം എടുക്കുകയാണെങ്കിൽ ടൈം എസെൻഷ്യൽ ആണെങ്കിൽ കോൺട്രാക്ട് പ്രകാരം ടൈം എസെൻഷ്യൽ ആണ്, ഇന്ന ടൈമിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എസെൻഷ്യൽ ആണ്. ആ എസെൻഷ്യൽ ഫാക്ടർ ആണ് ടൈം എങ്കിൽ ടൈമിനുള്ളിൽ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ ഹി ക്യാൻ ക്യാൻസൽ ദി കോൺട്രാക്ട്. ഓക്കെ, ആൻഡ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക മാത്രമല്ല, വേണമെങ്കിൽ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ള അധികാരവും ആ സിറ്റുവേഷൻസിൽ വരുന്നുണ്ട്. പക്ഷേ ടൈം എസെൻഷ്യൽ കോമ്പോണന്റ് അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കോൺട്രാക്ട് പ്രകാരം ടൈം ഒരു എസെൻഷ്യൽ കോമ്പോണന്റ് അല്ല, പക്ഷേ ഡെലിവറി ചെയ്തിരിക്കുന്നത് ലേറ്റ് ആയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് വാലിഡ് ആയിരിക്കും, ഹി ക്യാൻ സ്യൂ ഫോർ ഡാമേജസ് ഓൺലി, കോൺട്രാക്ട് വോയിഡ് ആവില്ല. അത്രയും മാത്രമേ ഡിഫറൻസസ് ഉള്ളൂ. ദെൻ റെസ്റ്റിറ്റ്യൂഷൻ മീൻസ് restore the benefits received after a void contract. ഓക്കെ, ഒരു കോൺട്രാക്ട് വോയിഡ് ആയി, എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലും ബിയും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ഈ കോൺട്രാക്ട് പ്രകാരം അഡ്വാൻസ് മണി ആയിട്ട് എ ബിക്ക് 5000 രൂപ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബി പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നില്ല. ഓക്കെ, ഇൻ ദാറ്റ് കേസ് സംഭവിച്ചത് എന്താ? കോൺട്രാക്ട് വോയിഡ് ആവുന്നത് ബി കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഫണ്ട് മസ്റ്റ് ബി റിട്ടേൺഡ്. ഇതിനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം വരുന്ന സിറ്റുവേഷനിലേക്ക് മാറുക. ആദ്യം എന്തായിരുന്നു സിറ്റുവേഷൻ? ആദ്യം ഈ പറയുന്ന 5000 രൂപ എന്ന് പറയുന്നത് എയുടെ കയ്യിലായിരുന്നു.
സോ അത്രയും രൂപ എക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ബിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. ഓക്കെ. ദെൻ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്ന സിറ്റുവേഷൻസ്, ഒഴിവാകുന്ന സിറ്റുവേഷൻസ്. ഒന്ന്, ഫസ്റ്റ് പെർഫോമൻസ്. പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് കഴിഞ്ഞു, ഡിസ്ചാർജ് ആയി. സോ പെർഫോമൻസ് മേ ബി ഓഫ് 2 ടൈപ്സ്. ഒന്നാമത്തെ ടൈപ്പ് ആക്ച്വൽ പെർഫോമൻസ് ആണ്, വേർ ആരാണോ പ്രോമിസർ അയാളുടെ ഒബ്ലിഗേഷൻ പൂർണ്ണമായിട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് ആയി. രണ്ടാമതായിട്ട് ആക്ച്വൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ there is one party is ready, other refuses to accept. ഒരു പാർട്ടി, അതായത് പ്രോമിസർ എന്ന് പറയുന്ന പാർട്ടി എഗ്രി ചെയ്യുന്നു, ഞാൻ അതിന് തയ്യാറാണ്, സെക്കൻഡ് പാർട്ടി അത് റെഫ്യൂസ് ചെയ്യുന്നു. സച്ച് സിറ്റുവേഷൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ് വന്നു. അറ്റംപ്റ്റഡ് പെർഫോമൻസ് വന്നാലും പെർഫോമൻസ് ഹാപ്പൻ ചെയ്തു എന്നാണ് മീനിങ്. ഓക്കെ. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ആണ് പറയുന്നത്. കോൺട്രാക്ട് എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആക്ച്വൽ പെർഫോമൻസ് നടന്നു കഴിഞ്ഞാൽ, രണ്ട് അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടന്നു കഴിഞ്ഞാൽ. ആക്ച്വലും അറ്റംപ്റ്റഡും. ആക്ച്വൽ മീൻസ് രണ്ട് പാർട്ടിയും എഗ്രി ചെയ്യുന്നു, പറഞ്ഞ രീതിയിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നു. അറ്റംപ്റ്റഡ് മീൻസ് ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു, മീൻസ് അത് അറ്റംപ്റ്റ് ചെയ്തു. അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതോടുകൂടി മറ്റേ പാർട്ടി അത് ആ ഒരു പെർഫോമൻസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല, എന്നാൽ കൂടിയും കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, ലാപ്സ് ഓഫ് ടൈം. കൃത്യമായിട്ട് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പ്രകാരം പറഞ്ഞിരുന്ന ഒരു മെച്യൂരിറ്റി ടൈം ഉണ്ട്, ആ ടൈം കഴിഞ്ഞു. അങ്ങനെ വരുവാണെങ്കിലും കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി. 3, ഓപ്പറേഷൻ ഓഫ് ലോ. നിയമപരമായിട്ട് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ. ഒന്ന്, ഡെത്ത്. കോൺട്രാക്ട് പാർട്ടിയുടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടും. 2, ഇൻസോൾവൻസി. ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അധികാരമില്ല. സോ ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ കോൺട്രാക്ട് ഇല്ലാതെയാക്കും, കോടതി ഇന്റർഫിയർ ചെയ്ത്. 3, മെർജർ. സിറ്റുവേഷൻസിൽ രണ്ട് കമ്പനികൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ രണ്ട് കമ്പനിയും മെർജർ ചെയ്ത് ജോയിന്റ് കമ്പനിയായി മാറി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പരസ്പരമുള്ള എഗ്രിമെന്റ് എല്ലാം ഇല്ലാതെയാവും. ഓക്കെ. ദെൻ മ്യൂച്വൽ കൺസെന്റോടുകൂടി കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ, ഒന്ന് നൊവേഷൻ. ഈ പറയുന്ന 4 ടേമും ക്ലിയർ ആയിട്ട് അറിയണം. ഫസ്റ്റ് വൺ ഈസ് നൊവേഷൻ. വാട്ട് യു മീൻ ബൈ നൊവേഷൻ എന്നറിയണം. നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആൻ ഓൾഡ് കോൺട്രാക്ട് വിത്ത് എ ന്യൂ വൺ. പഴയ കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്ട് എഴുതുന്നു, അതിനെയാണ് നൊവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആൻ ഓൾഡ് കോൺട്രാക്ട് വിത്ത് എ ന്യൂ വൺ. പഴയതും ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്ട് എഴുതുന്നു, ഇതാണ് നൊവേഷൻ. റെസിഷൻ, ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. രണ്ടുപേരും എഗ്രി ചെയ്യാണ് നമുക്ക് ആ കോൺട്രാക്റ്റിൽ പിന്മാറാം, അങ്ങനെയാണെങ്കിൽ അതിനെ റെസിഷൻ എന്ന് പറയും. ഓൾട്ടറേഷൻ, നിലവിലുള്ള കോൺട്രാക്റ്റിൽ ഭേദഗതി വരുത്തുന്നു, ചേഞ്ചസ് വരുത്തുന്നു, ഇതാണ് ഓൾട്ടറേഷൻ. റെമിഷൻ, acceptance of lesser amount or kind in place of cash. സോ ക്യാഷ് നമ്മൾ കോൺട്രാക്ട് വെച്ച് പറഞ്ഞിരുന്നതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് മതി എന്ന് റിസീവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ പറയുന്നു. ഇതെല്ലാം റെമിഷന് എക്സാമ്പിൾ ആണ്. സോ നൊവേഷൻ മീൻസ് ഓൾഡ് കോൺട്രാക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രാക്ട് എഴുതുവാണെങ്കിൽ നൊവേഷൻ. റെസിഷൻ, ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഓൾട്ടറേഷൻ, ഓൾഡ് കോൺട്രാക്റ്റിന്റെ ചേഞ്ചസ് വരുത്തുന്നു, ടേംസിനകത്ത് ചേഞ്ചസ് വരുത്തുന്നു. ദെൻ റെമിഷൻ ആണെങ്കിൽ ലെസ്സർ എമൗണ്ടോ ലെസ്സർ കൈൻഡോ ക്യാഷിനകത്തുള്ള വേരിയേഷൻസ് വരുത്തുന്നതിനാണ് റെമിഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിന് മ്യൂച്വൽ കൺസെന്റ് വഴി നടക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. പെർഫോം ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും കോൺട്രാക്ട് ഡിസ്ചാർജ് ആകപ്പെടും. 1, എക്സിസ്റ്റിംഗ് അറ്റ് ദി ടൈം ഓഫ് കോൺട്രാക്ട്. ഫസ്റ്റ് വൺ, ഈ പറയുന്ന പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്തിരുന്നു, കോൺട്രാക്ട് ടൈമിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു, രണ്ടുപേർക്കും അറിയാമായിരുന്നു, പക്ഷേ ഇപ്പോൾ നിലവിൽ ആ പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെർഫോമൻസ് നടക്കാൻ സാധ്യതയില്ല. ദെൻ സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി. സൂപ്പർവൈനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസർ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ പൊളിഞ്ഞുപോയി, മീൻസ് ഒരു വീടായിരുന്നു, ബിൽഡിംഗ് ആയിരുന്നു, ആ ബിൽഡിംഗ് പൊളിഞ്ഞുപോയി. സോ ഇനി അങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ്. നമ്മൾ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കോൺട്രാക്ട് ഏർപ്പെടുന്നത്, പക്ഷെ ആ സാധനം ഇപ്പോൾ നിലവിലില്ല, നശിച്ചു പോയെന്ന് വിചാരിക്കുക. അതേപോലെ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ സിറ്റുവേഷൻ വന്നു, ഇനി നമുക്ക് ആ കൺട്രിയുമായിട്ട് ട്രേഡ് നടത്താൻ സാധിക്കില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസും. ദെൻ ചേഞ്ച് ഇൻ ലോ. മുമ്പ് ഉള്ളത് ഒരു നിയമം പുതിയൊരു നിയമമാക്കി മാറുന്നു. മുമ്പ് ഈ പ്രോഡക്റ്റ് നമുക്ക് ട്രേഡ് നടത്താമായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാൻ മസാല ട്രേഡ് നടത്താൻ വേണ്ടിയാണ് എഗ്രിമെന്റ് വെച്ചിരുന്നത്. ഈ എഗ്രിമെന്റ് പ്രകാരം പോസിബിൾ ആയിരുന്നു, പക്ഷെ 2014-15 ആയപ്പോൾ പാൻ മസാല ബാൻ ചെയ്തു.
അതോടുകൂടി ഇത്തരത്തിലുള്ള ട്രേഡ് പോസിബിൾ അല്ല. ഇതെല്ലാം സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, ദെൻ ബ്രീച്ച്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ബ്രീച്ച്. ബ്രീച്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ടേംസ് ഓഫ് എഗ്രിമെന്റ്, കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് പെർഫോം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അതിനെയാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ടു ടൈപ്സ് ഓഫ് ബ്രീച്ച്, ആക്ച്വൽ ബ്രീച്ചും ആന്റിസിപ്പേറ്ററി ബ്രീച്ചും. ആക്ച്വൽ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി ഡ്യൂ ഡേറ്റ് ഓർ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് പെർഫോമൻസ്. എന്നാണോ ഡ്യൂ ആകുന്നത്, എന്നാണോ ഈ പറയുന്ന കോൺട്രാക്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ടൈമിൽ ഒരു പാർട്ടി പറയാണ് ഐ എം നോട്ട് റെഡി ടു പെർഫോം. ഇതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഡേറ്റിന് മുമ്പ് തന്നെ പിന്മാറുന്നു. ഇതാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച്. സോ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്സ് നമ്മൾ 6 ബേസിക് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് പറഞ്ഞു. ഒന്ന് പെർഫോമൻസ് ആണ്, ബൈ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസും അറ്റംപ്റ്റഡ് പെർഫോമൻസും ഡിസ്ചാർജ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. 2 ലാപ്സ് ഓഫ് ടൈം, ടൈം ബൗണ്ട് ആണെങ്കിൽ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി ഓട്ടോമാറ്റിക്കലി. ദെൻ മൂന്നാമതായിട്ട് ഓപ്പറേഷൻ ഓഫ് ലോ, നിയമപരമായിട്ട് നിർത്തുന്നത് ഡെത്ത് സംഭവിക്കുന്നു, ഇൻസോൾവെന്റ് ആവുന്നു, അല്ലെങ്കിൽ മെർജർ സംഭവിക്കുന്നു. ഈ സിറ്റുവേഷൻസ് എല്ലാം നിയമപരമായിട്ട് ഇത് ഇല്ലാതാവുന്നു. ദെൻ മ്യൂച്വൽ കൺസെന്റോടുകൂടി ഇല്ലാതാവുന്നത് നൊവേഷൻ, റെസഷൻ, ഓൾട്ടറേഷൻ, റെമിഷൻ. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വരുമ്പോൾ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എടുത്ത് ഓർക്കുക. ആൻഡ് ഫൈനലി ബ്രീച്ച്. ബ്രീച്ച് വരുന്ന 2 സിറ്റുവേഷൻ, ആക്ച്വൽ ബ്രീച്ചും ആകാം, ആന്റിസിപ്പേറ്ററി ബ്രീച്ചും ആകാം. ദെൻ ബ്രീച്ച് വന്നു കഴിഞ്ഞാലുള്ള റെമഡീസ്. റെമഡീസ് എന്ന് പറയുമ്പോൾ ഡാമേജസ് പല രീതിയിലുണ്ട്. ആ ഡാമേജസുമായി ബന്ധപ്പെട്ട് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാമേജ് ആദ്യം അറിയണം. ഒന്ന് ഓർഡിനറി ഡാമേജ്. ഓർഡിനറി ഡാമേജസ് എന്ന് പറയുമ്പോൾ എന്താണോ സാധാരണ ഗതിയിൽ നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടത് മാത്രം ചോദിക്കുന്നു. ബ്രീച്ച് എന്താ? 2 പാർട്ടി എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 പാർട്ടിയിൽ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുന്നതാണ് ബ്രീച്ച്. അത് പ്രകാരം സെക്കൻഡ് പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആ നഷ്ടം മാത്രം കോമ്പൻസേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഓർഡിനറി ഡാമേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് സ്പെഷ്യൽ ഡാമേജ്. സ്പെഷ്യൽ ഡാമേജ് എന്ന് പറയുമ്പോൾ ക്ലൈംഡ് വെൻ നോട്ടീസ് ഓഫ് സ്പെഷ്യൽ ലോസ്. സാധാരണഗതിയിലുള്ള നഷ്ടം മാത്രമല്ല, ഇത്തരത്തിലൊരു പെർഫോമൻസ് നടക്കാതിരുന്നതുകൊണ്ട് എനിക്ക് അഡീഷണൽ ലോസ് ഉണ്ടായി. ആ അഡീഷണൽ ലോസും കൂടി തരിക എന്നുള്ളത് സെക്കൻഡ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്രീഡ് പാർട്ടി ഒരു ലെറ്റർ കൊടുക്കണം. ആ നോട്ടീസ് പ്രകാരമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ 2 പറഞ്ഞു. ഓർഡിനറി എന്ന് പറയുമ്പോൾ എന്താണോ ഡാമേജ് അത്രയും മാത്രം ക്ലെയിം ചെയ്യുന്നു. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഡാമേജിന് മുകളിൽ അഡീഷണൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, ആ അഡീഷണൽ ലോസും കൂടി കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് സ്പെഷ്യൽ ഡാമേജ് എന്ന് പറയുന്നത്. 3 വിൻഡേറ്റീവ് ഓർ എക്സംപ്ലറി ഡാമേജസ്. അതായത് എക്സംപ്ലറി ഡാമേജസ് വരുമ്പോൾ സാധാരണ കേസിൽ വരുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓഫ് മാരേജ് ആൻഡ് റോങ്ഫുൾ ഡിസോണർ ഓഫ് കസ്റ്റമേഴ്സ് ചെക്ക്. ഈ 2 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. കോൺട്രാക്ട് ഓഫ് മാരേജ് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്നു, അതേപോലെ അല്ലെങ്കിൽ ഡിസോണർ, ഏതെങ്കിലും ഒരു ബാങ്ക് ചെക്ക് ഡിസോർഡർ ചെയ്യുന്നു. ചെക്ക് ഡിസോർഡർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ ഇൻഡിവിജ്വലിന്റെ ക്രെഡിറ്റ് വെർത്തിനെസ്സും ഗുഡ് വില്ലുമാണ് നഷ്ടപ്പെടുന്നത്. ഇൻ ദാറ്റ് കേസ് എത്രയാണ് നഷ്ടമായിരിക്കുന്നത് എന്നൊരു മാറ്ററേ അല്ല, ഡിസോണറായി പക്ഷെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു. ഇങ്ങനെ സിറ്റുവേഷനിൽ ബാങ്കിന്റെ അടുത്തൊരു പണിഷ്മെന്റ് ആയിട്ടൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും പറയാം. അതൊരിക്കലും വിച്ച് വിൽ നോട്ട് ബി ബേസ്ഡ് ഓൺ ദി സം ഓർ വിച്ച് വിൽ നോട്ട് ബി ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഇൻ ചെക്ക്. ചെക്കിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തല്ല. ഇത്രയും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഗുഡ് വിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫൈൻ, അതിനകത്ത് ഇത്രയും മാനനഷ്ടത്തിന്റെ പേരിൽ ഇത്രയും എമൗണ്ട് തരണം എന്നുള്ള രീതിയിലായിരിക്കും കേസ് പോകുന്നത്. ആ എമൗണ്ടും ചെക്കിലെ എമൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതേ രീതിയിലാണ് മാരേജസുമായി ബന്ധപ്പെട്ട്. മാരേജ് കോൺട്രാക്റ്റിൽ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല. അതുകൊണ്ട് മാരേജിൽ നിന്നും ചതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ആണ് അങ്ങ് ഫിക്സ് ചെയ്യുക. നഷ്ടപരിഹാരം എന്നുള്ളത് കോടതിയായിട്ട് തീരുമാനിക്കും. ഓക്കെ, ഇതിനെയാണ് വിൻഡേറ്റീവ് ഓർ എക്സംപ്ലറി എന്ന് പറയുന്നത്. ആക്ച്വൽ ലോസുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള ഡാമേജസ്. അടുത്തതായി നോർമൽ. വെൻ ദി അഗ്രീഡ് പാർട്ടി ഡസ് നോട്ട് സഫർ എനി ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ബ്രീച്ച്. നോർമൽ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ബ്രീച്ച് ചെയ്തതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു നോർമൽ റേറ്റിലുള്ള കോമ്പൻസേഷൻ ആണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നോർമൽ ഡാമേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെനാലിറ്റി. പെനാലിറ്റി ആയിട്ട് ഒരു വലിയ ഹൈ എമൗണ്ട് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ബിക്കോസ് ഇത്രയും
ഈ ആസ് പെർ ദിസ് കോൺട്രാക്ട് എഗ്രിമെന്റ് നടത്താതെ വന്നപ്പോൾ കോടതിയായിട്ട് ഇന്റർവ്യൂൻ ചെയ്യുന്നു, കോടതിയിൽ കേസ് പോകുന്നു, ഒരു ഫൈൻ എന്നുള്ള രീതിയിൽ ഒരു പെനാലിറ്റി വിധിക്കുകയാണെങ്കിൽ അതിനെയാണ് പെനാലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലിക്വിഡേഷൻ, വെരി നിയർ ടു ദി ആക്ച്വൽ ഡാമേജ്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുമ്പോൾ എത്രയാണോ ഇത് കാരണം നഷ്ടം വന്നിരിക്കുന്നത്, ആക്ച്വൽ ഡാമേജ് തന്നെയാണ്, എത്രയാണോ നഷ്ടം വന്നിരിക്കുന്നത് ആ ഡാമേജസ് ആണ്. So there may be some differences between liquidated damages and ordinary damages. ഇത് രണ്ടും സിമിലർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഡാമേജസ് ഡിഫറെന്റ് ടൈപ്സ്. ഓർഡിനറി വിച്ച് മീൻസ് എത്രയാണോ നഷ്ടം വന്നത്, റൈറ്റ് പ്രകാരം എനിക്ക് കിട്ടാനുള്ളത് എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്രയും കിട്ടിയേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഓർഡിനറി ഡാമേജ്. ദെൻ സ്പെഷ്യൽ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നത് വിൻഡേറ്റീവ്, നോട്ട് ബേസ്ഡ് ഓൺ ദി ലോസുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അല്ലാതെ ഒരു നഷ്ടപരിഹാരം, അതാണ് വിൻഡേറ്റീവ് വരുന്നത്. ദെൻ നോർമൽ, അഗ്രീഡ് പാർട്ടിക്ക് വലിയ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ ബ്രീച്ച് ചെയ്തതിനകത്ത് കോമ്പൻസേഷൻ വേണം, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നോർമൽ. ദെൻ പെനാലിറ്റി ഒരു വലിയ ഹൈ എമൗണ്ട് ആയിരിക്കും. ദെൻ ആക്ച്വൽ ഡാമേജ് തന്നെയാണ് നോർമലി ലിക്വിഡേറ്റഡ് എന്നുള്ള രീതിയിലും വരുന്നത്. ദെൻ റിസെഷൻ ഉള്ള സ്യൂ, if one party does not perform or the other party may sue for cancelling the contract. Rescission means cancellation. So കോൺട്രാക്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള സ്യൂ ഫയൽ ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. ദെൻ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആസ് മച്ച് ആസ് ഏൺഡ് ഈസ് മെറിറ്റഡ്, ഇതുവരെ കോൺട്രാക്ട് പ്രകാരം ഏൺ ചെയ്തത് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും, അതൊരിക്കലും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ക്വാണ്ടം മെറിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ പ്രകാരം ഇതുവരെ എന്തൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എമൗണ്ടും അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇതുവരെ പെർഫോം ചെയ്യാത്ത ആസ്പെക്റ്റിന് വന്നിരിക്കുന്ന എമൗണ്ട് മാത്രമേ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ, ദെൻ സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ഇനി മറ്റൊരു സ്യൂ ഉള്ളത്, ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അയാൾ പെർഫോം ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുള്ള കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, ഇൻഡിവിജ്വൽ എന്താണോ പെർഫോം ചെയ്യാന്ന് പറഞ്ഞിരുന്നത് അത് പെർഫോം ചെയ്യുക, ബിക്കോസ് അത് പെർഫോം ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് നഷ്ടം വന്നിട്ടുള്ളത്. ഓക്കെ, അത്തരത്തിലുള്ള ഡാമേജസിനെയാണ് സ്പെസിഫിക് ഡാമേജസ് ബേസ് ചെയ്തിട്ടുള്ള സ്യൂ എന്ന് പറയുന്നത്. ദെൻ ഗുഡ്സ് ഹാവ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. ബേസിക്കലി ഇങ്ങനെയാണ് വരുന്നത്, ഗുഡ്സ് ഡെലിവർ ചെയ്യാം എന്നുള്ള എഗ്രിമെന്റ് ഒക്കെ വരുവാണെങ്കിൽ അതിനകത്ത് പിന്നീട് പൈസ നമുക്ക് തന്നിട്ട് കാര്യമില്ല, ഗുഡ്സ് തന്നെയാണ് ഡെലിവർ ചെയ്യേണ്ടത്. സോ അത്തരത്തിൽ ഡെലിവർ ചെയ്യാൻ പറയുന്നതാണ് സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. ദെൻ സ്യൂ ഫോർ ഇൻജെക്ഷൻ, there is a negative term in the contract and one party breaches that negative term. So ഏതെങ്കിലും ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് പ്രകാരം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ടായിരുന്നു, ആ ടേം ബ്രീച്ച് ചെയ്യും. ഇൻ ദാറ്റ് കേസ് ഇൻജെക്ഷൻ ഓർഡർ വെച്ചിട്ട് ആ പെർഫോമൻസ് നടത്താനും അതേപോലെ അയാളുടെ നോർമൽ കേസിൽ വരുന്ന അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അത് ഈടാക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് നിർത്തിവെക്കാനുള്ള ഒരു ഓർഡറാണ് ഓർഡർ ഫോർ ഇൻജെക്ഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റെമഡീസ് ഫോർ ബ്രീച്ചുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഡാമേജസ് അറിയണം, ദെൻ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർക്കുക, ദെൻ ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, ക്വാണ്ടം മെറിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ് മച്ച് ആസ് ഏൺഡ് ഈസ് മെറിറ്റഡ്, എത്രമാത്രം ഇതുവരെ ഏൺ ചെയ്തിട്ടുണ്ടോ അത് കൈവശം തന്നെ വയ്ക്കുക, ഏൺ ചെയ്യാത്ത പോർഷൻ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുക. ഇതാണ് ക്വാണ്ടം മെറിറ്റ് കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. നെക്സ്റ്റ് വൺ, കണ്ടിജന്റ് കോൺട്രാക്ട്. കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 4 രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, കണ്ടിജന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് മേ ഓർ മേ നോട്ട് എന്ന് പറയുന്ന രീതിയിലാണ്. കോൺട്രാക്ട് വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ഓക്കെ, ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഹാപ്പൻ ചെയ്യാം, ചെയ്യാതെ ഇരിക്കാം, അത്തരത്തിലുള്ള കോൺട്രാക്ട് ആണ് കണ്ടിജന്റ് കോൺട്രാക്ട്. സോ കണ്ടിജന്റ് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 4 ബേസിക് ടൈപ്പ് ആയിട്ട് പറയാം. ഒന്ന്, ഡിപ്പെൻഡന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്, മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ന് പറയുന്ന രീതിയിൽ. 2, ഡിപ്പെൻഡന്റ് ഓൺ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്, മഴ പെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. ദെൻ ഡിപ്പെൻഡിങ് ഓൺ തേർഡ് പാർട്ടി, മൂന്നാമതൊരാളുടെ, അതായത് കോൺട്രാക്ച്വൽ ഇൻഡിവിജ്വൽസിന്റെ അല്ല, മൂന്നാമതൊരാളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട്. ആൻഡ് 4-മതായിട്ട്
ഡിപ്പെൻഡിങ് ഓൺ ആൻ ഇമ്പോസിബിൾ ഇവന്റ്, ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കോൺട്രാക്ട്. സോ ഇതിൽ ഫസ്റ്റ് കേസ് ഡിപ്പെൻഡിങ് ഓൺ ആൻ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ് ആണെങ്കിൽ ഹാപ്പനിങ് ഓഫ് ദി ഇവന്റ് മാത്രം എടുക്കാം. ഫസ്റ്റ് തിങ്, ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യും എന്നുള്ള ബേസിലുള്ള കണ്ടിജന്റ് കോൺട്രാക്ട് ആണെങ്കിൽ, ഇഫ് എ കണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്, ഇറ്റ് ഈസ് രണ്ട് രീതിയിലാകാം. ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവന്റ് ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്, ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ അത് വോയിഡ് ആണ്. ഓക്കെ, ഇവന്റ് ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ഇൻഡിവിജ്വലിന് പൈസ കൊടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ഇവന്റ് ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്, ഹാപ്പൻ ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് വിൽ നോട്ട് ബി വാലിഡ്. അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. രണ്ടാമതായിട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദി നോൺ ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ്. നോൺ ഹാപ്പനിങ് ആണെങ്കിൽ ഇഫ് എ കണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ നോൺ ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ്, ഇറ്റ് ഈസ് വാലിഡ് വെൻ ദി ഇവന്റ് ഡസ് നോട്ട് ഹാപ്പൻ. നോൺ ഹാപ്പനിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സോ ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ വാലിഡ് ആണ്, ഹാപ്പൻ ചെയ്താൽ ഇമ്പോസിബിൾ ആണ്, വാലിഡ് അല്ല. ദെൻ മൂന്നാമതായിട്ട് ഡിപ്പെൻഡിങ് ഓൺ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇഫ് ദി തേർഡ് പാർട്ടി ആക്ട്സ് അക്കോർഡിംഗ് ടു ദി കോൺട്രാക്ട് ഈസ് വാലിഡ്. കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ തേർഡ് പാർട്ടി ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ തേർഡ് പാർട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലായിരിക്കും കോൺട്രാക്ട്, തേർഡ് പാർട്ടി അതേ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് വാലിഡ് ആണ്. ഓക്കെ. നാലാമതായി ഡിപ്പെൻഡിങ് ഓൺ ആൻ ഇമ്പോസിബിൾ ഇവന്റ്. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ടേം കണ്ടാൽ തന്നെ ദാറ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ. ആദ്യം തൊട്ട് തന്നെ കോൺട്രാക്ട് എഴുതുന്ന ടൈം തൊട്ട് തന്നെ വോയിഡ് ആണ്, വാലിഡ് അല്ല. ഓക്കെ, ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്. സോ നമ്മുടെ കോൺട്രാക്ട് ആക്ടിലെ അവസാനത്തെ ടോപ്പിക് ക്വാസി കോൺട്രാക്ട്. ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന്. സോ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഓർക്കുക, നോർമൽ സിറ്റുവേഷനിൽ ഇനീഷ്യലി അതൊരു കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട് ആകാനും ചാൻസ് ഉണ്ട്. ആ രീതിയിലുള്ള കോൺട്രാക്ട്സിനെയാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, ഗുഡ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വഴി കിടന്നൊരു പേഴ്സ് കിട്ടുന്നു. ഓക്കെ, വഴി കിടന്നൊരു പേഴ്സ് കിട്ടുവാണെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് കോൾഡ് ക്വാസി കോൺട്രാക്ട്. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസ് വേറെ പറയുകയാണെങ്കിൽ, ഗുഡ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ. നിങ്ങളുടെ ആള് മാറിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് ഗുഡ്സ് ഡെലിവേർഡ് ആയി, അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നിർബന്ധിച്ച് മറ്റാരെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഗുഡ്സ് കൊണ്ടു തന്നു, അങ്ങനെ വന്നാലും അത് തിരിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദിസ് ഈസ് കോൾഡ് ക്വാസി കോൺട്രാക്ട്. ഇവിടെ ഒരു അണ്ടർലൈങ് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ബൈ ലോ ഓർ ബൈ മോറൽ മീൻസ്. ദെൻ ക്ലെയിം ഫോർ നെസസറീസ് സപ്ലൈഡ് ടു എ മൈനർ ഓർ ടു എ ലുനാറ്റിക് ഫാമിലി. സോ ഒരു മൈനർക്ക് അല്ലെങ്കിൽ ഒരു ലുനാറ്റിക് ഇൻഡിവിജ്വൽ ഉള്ള ഫാമിലിക്ക് നെസസറീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് കിട്ടാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ബിക്കോസ് അവര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് അത് കിട്ടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതാണ് അതിനകത്ത് പറയുന്നത്. സോ ഇവിടെ എല്ലാം ഡയറക്റ്റ്ലി ഒരു കോൺട്രാക്ട് ഇല്ല, ഇൻഡിവിജ്വലും സെക്കൻഡ് പാർട്ടിയും തമ്മിൽ ഡയറക്റ്റ്ലി ഒരു കോൺട്രാക്ട് ഇല്ല. ഈവൻ ദോ ഇറ്റ് ഇസ് ദി ഒബ്ലിഗേഷൻ, നോർമലി ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ് ഓഫ് ദി ഇൻഡിവിജ്വൽ ടു പെർഫോം ദി കോൺട്രാക്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ക്വാസി കോൺട്രാക്ട്. ബാക്കിയുള്ളതൊന്ന് വായിച്ചു നോക്കുക. ലാസ്റ്റ് വൺ കൂടെ നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ, കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തങ്ങ് ഉപയോഗിക്കാനുള്ള അധികാരം നമുക്കില്ല. ഒരു മാല വഴി കിടന്ന് കിട്ടുന്നു, അത് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ള അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള കേസുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്ട് ആണ് ആക്ച്വലി ക്വാസി കോൺട്രാക്ട്. ഓക്കെ ആണോ? സോ എനി ഡൗട്ട്സ് ഫ്രം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്? ഇന്നലെ വായിച്ചപ്പോഴൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയോ? ഇന്നലെ വായിച്ചിട്ടുണ്ടെങ്കിൽ any doubts? ആരും ഇല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സം സ്പെഷ്യൽ കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സിനകത്ത് തന്നെ ചില സ്പെഷ്യൽ കോൺട്രാക്ട്സ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ആയിരുന്നു. ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് കോൺട്രാക്ട് നടക്കുകയാണ്. ഒരു വർഷമായിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിയുമായിട്ട് എഗ്രിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എയുടെ കയ്യിൽ എമൗണ്ട് വരുന്നുണ്ട്, ബിയുടെ കയ്യിൽ ഗുഡ്സും വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ
ഈ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് നടക്കുന്ന പീരീഡിൽ ഇൻ ബിറ്റ്വീൻ ആണ് കോൺട്രാക്ട് ബ്രേക്ക് ആയത്. 1 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ആയിരുന്നു, 6 മാസമായപ്പോൾ ബ്രേക്ക് ആയി. സോ 6 മാസം വരെ എ ബിക്ക് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട്, ബിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. സോ അതുവരെയുള്ള ട്രാൻസാക്ഷനെ ഒന്നും ഒരു കാരണവശാലും ഈ എഗ്രിമെന്റ് ബാധിക്കില്ല, ബ്രീച്ച് ആവുന്നത് ബാധിക്കില്ല. ബിക്കോസ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവരുടെ മെറിറ്റ് ആയതുകൊണ്ടാണ് അത്രയും എമൗണ്ട് കിട്ടിയത് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ സ്പെഷ്യൽ കോൺട്രാക്ട്സ്. സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ ആദ്യമായിട്ട് നോക്കുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ മീനിങ്: the contract by which one party promises to another to save him from loss caused to him by the contract of the promiser himself or by the conduct of any other person is called contract of indemnity. So എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. നോർമലി ഒരു ഇൻഷുറൻസ് കോൺട്രാക്ട്, അതും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. നഷ്ടം വന്നിരിക്കുന്ന എത്രയാണോ അത് നികത്താൻ തയ്യാറാണ്. ഓക്കെ, സോ പാർട്ടീസ് ഇൻഡെംനിറ്റി കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ there are 2 parties normally. One party is indemnifier. Indemnifier means the person who promises to protect the another. സെക്കൻഡ് പാർട്ടിക്ക് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ലോസ് നികത്താമെന്ന് എഗ്രി ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണ് ഇൻഡെംനിഫയർ. ദെൻ ഇൻഡെംനിറ്റി ഓർ indemnity holder or indemnified എന്ന് പറയുന്നത് the person who is protected. ആരാണോ ആ എഗ്രിമെന്റ് പ്രകാരം രക്ഷപ്പെടുന്നത്, പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, ആ ഇൻഡിവിജ്വൽ ആണ് ഇൻഡെംനിഫൈഡ്. ഗോട്ട് ഇറ്റ്? ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ എഗ്രി ചെയ്യുന്നത്, ഞാൻ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്ന ആ ഇൻഡിവിജ്വൽ ആണ് ഇൻഡെംനിഫയർ. ദെൻ ഇൻഡെംനിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെംനിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ലെറ്റ് മീ ബ്രീഫ് യു. നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നു, ലൈഫ് ഇൻഷുറൻസ് അല്ല ബാക്കിയുള്ള ജനറൽ ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? എ എന്ന് പറയുന്ന പാർട്ടി ബി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നും ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനെ എഗ്രി ചെയ്യാണ്. സോ ഇവിടെ എഗ്രി ചെയ്ത ഇൻഡിവിജ്വൽ, ഇൻ കേസ് നിങ്ങൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് ഞാൻ നികത്തിക്കൊള്ളാം എന്ന് എഗ്രി ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണ് ഇൻഡെംനിഫയർ. ഓക്കെ, ആർക്കാണോ ആ ബെനിഫിറ്റ് കിട്ടുന്നത്, നികത്താമെന്ന് ആരുടെ ലോസ് ആണോ വന്നിരിക്കുന്നത്, ആ ലോസ് വന്ന പാർട്ടിയാണ് നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി പാർട്ടീസ് ടു കോൺട്രാക്ട്. ഒരു ഇൻഷുറൻസ് എടുക്കുക, അത് എക്സാമ്പിൾ. ദെൻ മീനിങ് ഓഫ് ഇൻഡെംനിറ്റി ഒരു തവണ കൂടി ശ്രദ്ധിക്കുക. ഇൻഡെംനിറ്റി മീൻസ് enact to compensate. It's an act to compensate. Actually, it's an act to compensate or protect somebody from the loss or make good the loss. നിലവിൽ നഷ്ടം വന്നിരിക്കുന്ന നഷ്ടത്തിൽ നിന്നും ഒരു ഇൻഡിവിജ്വലിനെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ നഷ്ടം വന്നിരിക്കുന്ന നഷ്ടത്തെ നന്നാക്കുക. ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇൻഷുറൻസ്, ബൈക്കിന്റെ ഇൻഷുറൻസ് എടുത്തു വിചാരിക്കുക. നോർമലി അവരെന്താ ചെയ്യുന്നത്? ബൈക്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ബൈക്ക് ഒരു ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാശ് തരുമോ? ഒരിക്കലുമില്ല. അവരെന്താ ചെയ്യുന്നത്? ഈ ബൈക്കിന് എത്രയാണ് ഡാമേജസ് വന്നിരിക്കുന്നത് നോക്കുന്നു, ആ ഡാമേജസ് നികത്താനുള്ള എമൗണ്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുന്നു. ദെൻ ആ എമൗണ്ട് നോർമലി അവർ ആ ബൈക്ക് സർവീസ് ചെയ്യുന്ന ഇൻഡിവിജ്വലാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ മേക്ക് ഗുഡ് ദി ലോസ്. ലോസ് എന്താണ് വന്നിരിക്കുന്നത്? ആ ലോസ് നന്നാക്കാൻ വേണ്ടി, ലോസ് നഷ്ടം ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള എഗ്രിമെന്റ് ആണ് ഇൻഡെംനിറ്റി എഗ്രിമെന്റ്. ലെറ്റ് മി റിപ്പീറ്റ്. ഇൻഡെംനിറ്റി മീൻസ് ആൻ ആക്ട് ടു കോമ്പൻസേറ്റ് ഓർ പ്രൊട്ടക്ട് സംബഡി ഫ്രം ലോസ് ഓർ മേക്ക് ഗുഡ് ദി ലോസ്. നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം ഞങ്ങൾ നികത്തി തരാം എന്നുള്ള രീതിയിലുള്ള എഗ്രിമെന്റിനെയാണ് ഇൻഡെംനിറ്റി എഗ്രിമെന്റ് എന്ന് പറയുന്നത്. When one person promises to the another person that in case of another person suffers from some loss, the first person will compensate the loss. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നഷ്ടം വരുവാണെങ്കിൽ ഞങ്ങളുടെ കമ്പനി അത് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ടോ നമ്മൾ നേരത്തെ കോൺട്രാക്ട് ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. എസെൻഷ്യൽസ് എന്ന് പറയുന്നത് ഫ്രീ കൺസെന്റ്, അതേപോലെ
ഒരു ഫോഴ്സ്ഫുൾ മീൻസിൽ ഒബ്റ്റെയിൻ ചെയ്തായിരിക്കാൻ പാടില്ല, 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം വാലിഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ആ എല്ലാ ഫീച്ചേഴ്സും ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിലും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ദെയർ മസ്റ്റ് ബി ലോസ് എയ്തർ ബൈ ദി പ്രോമിസേഴ്സ് കണ്ടക്ട് ഓർ ബൈ എനി അതർ പേഴ്സൺസ് കണ്ടക്ട്. സോ ഒന്നെങ്കിൽ പ്രോമിസറുടെ കണ്ടക്ട് കാരണമായിരിക്കണം സെക്കൻഡ് പാർട്ടിക്ക് ലോസ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ കാരണം ഈ ഇൻഡിവിജ്വലിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവണം. സോ മറ്റേതെങ്കിലും ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റ് നടക്കുന്നു, സംഭവിക്കുന്നത് എന്താ? നഷ്ടം സംഭവിക്കുന്നത് പ്രോമിസറുടെ റെസ്പോൺസിബിലിറ്റി കാരണമല്ല, ഇത് മറ്റൊരാളുടെ ഇഷ്യൂ കാരണമാണ് സംഭവിച്ചത്. ഇൻ ദാറ്റ് കേസ് ബൈക്കിന്റെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ബൈക്കിന് ഇൻഡെംനിറ്റി ബോണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ബൈക്കിനെ പഴയ രീതിയിൽ മേക്ക് ഗുഡ് ദി ലോസ് എന്നുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റും ആയിരിക്കാം, ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ആയിരിക്കാം. എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ഇംപ്ലൈഡ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പ്രസ് കോൺട്രാക്ട് ഇൻഷുറൻസ് ഒക്കെ പറയുമ്പോൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്, കൃത്യമായിട്ട് ഡേറ്റയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇംപ്ലൈഡ് എന്ന് പറയുമ്പോൾ നോർമലി ഇങ്ങനെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഹി മസ്റ്റ് ബെയർ, ബിക്കോസ് അദ്ദേഹത്തിന്റെ ആക്ടുകൾ പ്രകാരം അദ്ദേഹം ബെയർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിജന്റ് കോൺട്രാക്ട് ബൈ നേച്ചർ. അല്ലേ, ഇതൊരു കണ്ടിജന്റ് കോൺട്രാക്ട് അല്ലേ? ഇവന്റ് ഹാപ്പൻ ചെയ്തു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യാം, ഇവന്റ് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ ചെയ്യുന്ന കാര്യവുമില്ല. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. അതാണ് കണ്ടിജന്റ് കോൺട്രാക്ട്. സോ ദീസ് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് essentials of a contract for indemnity. ഇവിടെ ഓർക്കുക, കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിലും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഒരു ലോസ് വരുവാണെങ്കിൽ ആ ലോസ് കോസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആരാണോ പ്രോമിസ് ചെയ്തത് ആ ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയാണ്. ദെൻ കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ്ഡും ആകാം, ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ആകാം. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് കണ്ടിജൻസി ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. കണ്ടിന്യൂ ചെയ്യുന്നു. എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. ബാക്കിയുള്ള പോയിന്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൂവിങ് ഓൺ. There are some additional points. അതും കൂടി പറഞ്ഞേക്കാം. അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് വാലിഡ് കോൺട്രാക്ട് ആയിരിക്കണം. ദെൻ ലോസ് എയ്തർ പ്രോമിസർ അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ വരുത്തിയതായിരിക്കണം. ദെൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആകാം, ഇംപ്ലൈഡ് ആകാം. കണ്ടിജന്റ് കോൺട്രാക്ട് ആണ്. ലയബിലിറ്റി ഓഫ് ഇൻഡെംനിഫയർ കമൻസസ് വെൻ ദി ഇൻഡെംനിഫൈഡ് സഫേഴ്സ് സം ലോസ് അക്കോർഡിംഗ് ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഏത് പോയിന്റിലാണ് ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്? ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ആക്സിഡന്റ് ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ലോസ് ഹാപ്പൻ ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ദെൻ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ആർ ഓൾസോ കവേർഡ് അണ്ടർ ദിസ്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഷുറൻസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഇൻഡെംനിറ്റി കോൺട്രാക്ട് തന്നെയാണ്. അതിനകത്ത് ലൈഫ് ഇൻഷുറൻസ് വരില്ല നോർമൽ കേസിൽ. എന്തുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസ് വരാത്തത്? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അല്ല. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അതെ. എന്തുകൊണ്ടാണത്? ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഗുഡ് ദി ലോസ് ആണ്. മേക്ക് ഗുഡ് ദി ലോസ് മീൻസ് ഡാമേജ് വന്നിരിക്കുന്ന ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കില്ല. ദാറ്റ്സ് വൈ മേക്ക് ഗുഡ് ദി ലോസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നഷ്ടം എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് നികത്തുക. അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിനെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയാൻ പറ്റും. സോ ബൈക്ക് ആക്സിഡന്റ് പറ്റി ബൈക്ക് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ബൈക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ദാറ്റ്സ് വൈ ലൈഫ് ഇൻഷുറൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കോൺട്രാക്റ്റും ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡെംനിറ്റി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ബേസിക് ഐഡിയ വേണം. മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ ഇസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദി പ്രോമിസ് or discharge of liability of a third person in case of his default.
ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ലയബിലിറ്റി പേ ചെയ്യാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പേ ചെയ്തോളാം എന്ന രീതിയിലുള്ള ഒരു പ്രോമിസ് ആണ് ആക്ച്വലി ഗ്യാരണ്ടിയോട് ഉദ്ദേശിക്കുന്നത്. സോ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം എ പ്രോമിസ്. ഒരു പ്രോമിസ് പെർഫോം ചെയ്യാം എന്നുള്ള കോൺട്രാക്റ്റ് ആണ്. ഓർ ഡിസ്ചാർജ് എ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. ഒരു തേർഡ് പേഴ്സന്റെ ലയബിലിറ്റി ഇൻ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാം എന്ന് പറയുന്നതും ഒരു ഗ്യാരണ്ടി ടൈപ്പ് കോൺട്രാക്റ്റ് ആണ്. ദി പേഴ്സൺ ഹു ഗീവ്സ് ഗ്യാരണ്ടി ഈസ് ഓൾസോ നോൺ ആസ് ഷുവർട്ടി. ഗ്യാരണ്ടി കൊടുക്കുന്ന ഇൻഡിവിജ്വലിനെ ഷുവർട്ടി എന്നും, ദി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും ദി ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഡെറ്റർ. ആർക്കാണോ ഗ്യാരണ്ടി കൊടുത്തത് ആ ഇൻഡിവിജ്വലിനെ പ്രിൻസിപ്പൽ ഡെറ്റർ എന്നും പറയും. ദി പേഴ്സൺ ടു ഹും ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് ക്രെഡിറ്റർ. ലെറ്റ് മി റിപ്പീറ്റ് ആ ഓർഡർ. എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ബിക്ക് കുറച്ച് എമൗണ്ട് പേ ചെയ്യാനുണ്ട്. ഇൻ ദാറ്റ് കേസ് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ക്രെഡിറ്റർ ആണ്. എയുടെ കയ്യിൽ നിന്നും ബി 50,000 രൂപ മേടിച്ചു. ഓക്കെ, ബി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർ ആണ്. ഓക്കെ, സോ ബി ഈ എമൗണ്ട് പേ ചെയ്യുന്നില്ലെങ്കിൽ സി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ പേ ചെയ്തോളാം എന്ന് എയോട് പറയുന്നു. സോ സി ആണ് ഇവിടെ ഷുവർട്ടി. ദിസ് അഗ്രിമെന്റ് ഈസ് കോൾഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഗ്യാരണ്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെന്റ് ആണ്. There will be 3 parties. നമ്മളിപ്പോൾ കണ്ടു എ, ബി ആൻഡ് there is a സി ഓൾസോ. നോർമലി കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ 2 പാർട്ടീസ് വേണമെന്നാണ്. ഗ്യാരണ്ടി ആണെങ്കിൽ 3 പാർട്ടീസ് ഉണ്ടാവണം. അതായത് ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെറ്റർ, then there will be a creditor also. Liability under such a contract is the primary liability of the principal debtor and only the secondary liability of the surety. ഇങ്ങനെ ഒരു കോൺട്രാക്ട് വെക്കുകയാണെങ്കിൽ, ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്ട് വെക്കുകയാണെങ്കിൽ പ്രൈമറി ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർക്കാണ്. അതായത് ഇവിടെ കാശ് കൊടുക്കാനുള്ള ലയബിലിറ്റി വരുന്നത് ബിക്കാണ്. ബി ആണ് എയുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തത്. ഇൻ കേസ് ബി കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സിക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിനെയാണ് സെക്കൻഡറി ലയബിലിറ്റി എന്ന് പറയുന്നത്. സിയുടെ ലയബിലിറ്റി സെക്കൻഡറി ലയബിലിറ്റിയും ബിയുടെ ലയബിലിറ്റി പ്രൈമറി ലയബിലിറ്റിയുമാണ്. ദെൻ എസെൻഷ്യൽസ് ഒരു ഗ്യാരണ്ടി, കോൺട്രാക്ട് ഫോർ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഏതൊരു കോൺട്രാക്റ്റിലുള്ള എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ടായിരിക്കണം. ലൈക്ക് ഫ്രീ കൺസെന്റ്, കൺസിഡറേഷൻ, ലോഫുൾ ഒബ്ജക്റ്റ്, കോമ്പീറ്റൻസി ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ എസെൻഷ്യൽസ് ഫസ്റ്റ് ഇസ് ട്രൈപാർട്ടിയേറ്റ് അഗ്രിമെന്റ് ആണ്. 3 പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ലയബിലിറ്റി ഈസ് ഫോർ പ്രിൻസിപ്പൽ ഡെറ്റർ, സെക്കൻഡറി ലയബിലിറ്റി ആണ് ഷുവർട്ടിക്ക് വരുന്നത്. ദെൻ വാലിഡ് കോൺട്രാക്റ്റിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സും, എല്ലാ എസെൻഷ്യൽസും ഇതിനകത്തും ഉണ്ടായിരിക്കണം. Types of guarantees. There are 2 types of guarantee. One is a specific guarantee. Second one is continuous guarantee. Specific guarantee എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the guarantee extends to a single transaction of debt. ഒരു സിംഗിൾ ട്രാൻസാക്ഷനോ ഒരു ഡെറ്റിനോ മാത്രമായിട്ട് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയും. Whereas the guarantee extends to a series of transactions. ഇയാൾ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനും ഞാൻ ഗ്യാരണ്ടി ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിന് ഒരുമിച്ച് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതിനെയാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഫോർ എ പർട്ടിക്കുലർ ഡെറ്റ്, കണ്ടിന്യൂയിങ് മീൻസ് ഫോർ ഓൾ ഓർ ഫോർ എ സിമിലർ ലൈൻ ഓഫ് ഡെറ്റ്. ഓക്കെ, ദെൻ റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. റിവോക്കേഷൻ, ഗ്യാരണ്ടി എടുത്തു കളയാൻ. ഗ്യാരണ്ടി ഞാൻ നിർത്തുന്നു. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയുടെ കേസിൽ മാത്രമേ അത് സാധിക്കൂ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി റിവോക്ക് ചെയ്യണമെങ്കിൽ there must be a notice for revocation. റിവോക്കേറ്റ് ചെയ്യുകയാണ് എന്ന് കാണിച്ചുള്ള ഒരു നോട്ടീസ് ഷുവർട്ടി കൊടുത്തിരിക്കണം. രണ്ടാമതായിട്ട് ഷുവർട്ടി മരിച്ചു പോവുകയാണെങ്കിൽ അതില്ലാതാകും, ഗ്യാരണ്ടി ഇല്ലാതാകും. മൂന്നാമതായിട്ട് ബൈ നൊവേഷൻ, പഴയ എഗ്രിമെന്റിന് പകരം പുതിയൊരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്താലും ഗ്യാരണ്ടി ഇല്ലാതാകും. ദെൻ ബൈ ഓൾട്ടറേഷൻ ഓഫ് ദി ടേംസ് ഓഫ് കോൺട്രാക്ട്. ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ, മാറ്റം വരുത്തിയാലും ഗ്യാരണ്ടിയുടെ സ്കോപ്പ് അതോടുകൂടി കഴിഞ്ഞു. ദെൻ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്റർ എല്ലാ എമൗണ്ടും പേ ചെയ്ത് കഴിഞ്ഞു, ഒഴിവാകുന്നു ഡെറ്റിൽ നിന്നും, അതോടുകൂടി ഗ്യാരണ്ടിയും ഇല്ലാതായി. ദെൻ അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. ദർ ഇസ് എ സെപ്പറേറ്റ് അറേഞ്ച്മെന്റ്. അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്ച്വൽ എഗ്രിമെന്റ്സ് പ്രകാരമാണ്
ഷുവർട്ടിക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഡെറ്ററും ക്രെഡിറ്ററും തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർട്ടിയുടെ റെസ്പോൺസിബിലിറ്റി അതോടുകൂടി തീരും. ദെൻ ലോസ് ഓഫ് സെക്യൂരിറ്റി. ഇൻ ബിറ്റ്വീൻ ഇവിടെ തന്നിരുന്ന ഈ പറയുന്ന ഡെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷെ ആ സെക്യൂരിറ്റി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പുതിയ കോൺട്രാക്ട് എഴുതേണ്ടി വരും റെസ്പോൺസിബിലിറ്റി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. ഇൻ ദാറ്റ് കേസ് ഓൾസോ ഒബ്ലിഗേഷൻ ഇല്ലാതാവും. സോ ഈ പറയുന്ന എല്ലാ സിറ്റുവേഷൻസിലും കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇല്ലാതാവുകയാണ് ഷുവർട്ടിയുടെ. സോ ഷുവർട്ടിയുടെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇല്ലാതാവുന്ന സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ, ഒന്ന് ബൈ നോട്ടീസ് എഴുതി കൊടുത്തുകൊണ്ട് ഷുവർട്ടിക്ക് ഈ ഗ്യാരണ്ടിയിൽ നിന്നും പിന്മാറാം. 2 ഷുവർട്ടി മരിച്ചു പോയാൽ. 3 നൊവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഓൾട്ടറേഷൻ ഓഫ് ടേംസ് ഓഫ് കോൺട്രാക്ട് വന്നു കഴിഞ്ഞാൽ, റിലീസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ, arrangement between, if there is any other arrangement between principal debtor and creditor, and finally loss of security. ഈ സിറ്റുവേഷൻസിലെല്ലാം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇല്ലാതാവും. നെക്സ്റ്റ് ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് ഇന്ന് നിർത്താം. ദാറ്റ് ഈസ് ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്. According to section 148 of Contract Act 1872, a bailment is the delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, be retained or otherwise disposed of according to the direction of the person delivering them. അതായത് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലെഡ്ജ് പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വച്ചുകൊണ്ട്, ഒരു ഈടായി വെച്ചുകൊണ്ട് അതിന്റെ ബേസിൽ ഒരു കോൺട്രാക്ട് നമ്മൾ നടത്തുന്നു. സോ ദി പേഴ്സൺ ഡെലിവറിങ് ദി ഗുഡ്സ് ഈസ് കോൾഡ് ബെയിലർ. ഈ പറയുന്ന ഗുഡ്സ് കൊടുക്കുന്ന ഇൻഡിവിജ്വലിനെയാണ് ബെയിലർ എന്ന് പറയുന്നത്. ദി പേഴ്സൺ whom they are delivered is called ബെയിലി. ആർക്കാണോ ഈ ഗുഡ്സ് കൊടുത്തത് ആ ഇൻഡിവിജ്വലിനെയാണ് ബെയിലി എന്ന് പറയുന്നത്. ആൻഡ് ദി ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ബെയിൽമെന്റ്. ഈ ഒരു പ്രോസസ്, ഈ ഒരു പ്രൊസീജിയറിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. സോ ഒരു ബെയിൽമെന്റ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്? ഫസ്റ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡെലിവറി ഓഫ് മൂവബിൾ ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ, നോട്ട് ബീങ് എ സർവൻറ്റ്. ഒരാളുടെ കയ്യിലിരിക്കുന്ന മൂവബിൾ ഗുഡ്സിനെ അയാൾ മറ്റൊരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 149, ദി ഡെലിവറി ഓഫ് ഗുഡ്സ് മേ ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ്. ആക്ച്വൽ ഡെലിവറിയും ആകാം, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. ആക്ച്വൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ പ്രോസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആക്ച്വൽ ഡെലിവറി ആയി. റസ് എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയുന്നത്. ഇത് രണ്ടും ആകാം ബെയിൽമെന്റ്. ദെൻ ദി ഗുഡ്സ് ആർ ഡെലിവേർഡ് ഫോർ സം പർപ്പസ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്. വെൻ ദേ ആർ ഡെലിവേർഡ് വിത്തൗട്ട് എനി പർപ്പസ് ദർ ഇസ് നോ ബെയിൽമെന്റ് as defined under section 148. ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലെഡ്ജ് ആണെന്ന് തോന്നുന്നു, ഞാൻ മാറിപ്പോയെന്ന് സംശയമുണ്ട്. പ്ലെഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു ഈട് വയ്ക്കുന്നു. ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഇസ് ദി ഡിഫറൻസ്. ഓക്കെ, അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ബെയിൽമെന്റ്. പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈങ് എഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സാധനം ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നു. Let's see it again. The goods are delivered subject to the conditions that when the purpose is accomplished, the goods are to be retained in specie or disposed according to the directions of the bailer. അതായത് ഈ പറയുന്ന ബെയിൽഡ് പ്രോപ്പർട്ടി, ലീസിനെടുത്ത പ്രോപ്പർട്ടി, ഈ ബെയിൽഡ് പ്രോപ്പർട്ടി ആക്ച്വലി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. 5 ഇയേഴ്സിനൊക്കെ ആയിരിക്കും ബെയിൽ എടുക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കണം. അതർവൈസ് ബെയിൽ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി നശിപ്പിച്ച് കളയണമെങ്കിൽ അവിടെ ബെയിലറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൊണ്ടായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. ദെൻ സോ എസെൻഷ്യൽസ് ഓഫ് ബെയിൽമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എസെൻഷ്യൽസിനകത്ത് ഓർക്കേണ്ടത് ഒരു മൂവബിൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ മൂവബിൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് മേ ബി ആക്ച്വൽ ഡെലിവറി ഓർ കൺസ്ട്രക്റ്റീവ് ഡെലിവറി. രണ്ടാമതായിട്ട് ദി ഗുഡ്സ് ആർ ഡെലിവർ ഫോർ സം പർപ്പസ്, അതിന് ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയായിരിക്കണം ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടത്. വെൻ ദേ ആർ ഡെലിവേർഡ് വിത്തൗട്ട് എനി പർപ്പസ്, ഒരു പർപ്പസും ഇല്ലാതെ ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അതിനെ ബെയിൽമെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദി ഗുഡ്സ് ആർ ഡെലിവേർഡ് സബ്ജക്ട് ടു ദി കണ്ടീഷൻ ദാറ്റ്
വെൻ ദി പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്, പർപ്പസ് തീരുമ്പോൾ ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യാം എന്നുള്ള കണ്ടീഷനോട് കൂടി തന്നെയായിരിക്കണം ഈ ഒരു ഡെലിവറി നടന്നിട്ടുണ്ടാവേണ്ടത്. ഇത്രയുമാണ് എസെൻഷ്യൽസ് ആയിട്ട് ഓർക്കേണ്ടത്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ബെയിലി. ബെയിലി എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുഡ്സ് കൈവശം വയ്ക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ. ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് ഡെലിവേർഡ് ടു ഹിം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഗുഡ്സിന്റെ ഇപ്പോൾ ഒരു മൂവബിൾ പ്രോപ്പർട്ടി, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസണബിൾ കെയർ കൊടുക്കുക എന്നുള്ളത് ഒരു മെഷീൻ, ആ മെഷീന്റെ റീസണബിൾ കെയർ കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്തമാണ്. സോറി. ഡ്യൂട്ടി നോട്ട് ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് എൻട്രസ്റ്റഡ് ടു ഹിം. ഇതിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഗുഡ്സിന്റെ അൺഓതറൈസ്ഡ് യൂസ് ഉണ്ടാകാൻ പാടില്ല. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ആ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ഡ്യൂട്ടി നോട്ട് ടു മിക്സ് ഗുഡ്സ് ബെയിൽഡ് വിത്ത് ഓൺ ഗുഡ്സ്. ബെയിൽഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഗുഡ്സും അദ്ദേഹത്തിന്റെ സ്വന്തം ഗുഡ്സും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല, അതുമായിട്ട് മിക്സ് ചെയ്ത് മാറാൻ പാടില്ല. സെയിം പ്രൊഡക്റ്റ് തന്നെ റിട്ടേൺ ചെയ്യണം അറ്റ് ദി ടൈം ഓഫ് കംപ്ലീഷൻ ഓഫ് ബെയിൽമെന്റ്. അടുത്തതായിട്ട് ഡ്യൂട്ടി ടു റിട്ടേൺ ഗുഡ്സ്. എന്നാണോ ഈ ടൈം പീരീഡ് കഴിയുന്നത് ആ ടൈം പീരീഡ് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഡ്യൂട്ടി ടു ഡെലിവർ എനി അക്രീഷൻ ഓഫ് ഗുഡ്സ്. ഈ ഗുഡ്സ് ഉപയോഗിച്ചത് കൊണ്ട് ആ ഗുഡ്സിനകത്ത് എന്തെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഗുഡ്സുമായി ബന്ധപ്പെട്ട് കോൺട്രാക്റ്റിൽ ഇല്ലാത്ത അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ ആ അഡീഷണൽ ബെനിഫിറ്റ് ബെയിലർക്ക് അവകാശപ്പെട്ടതാണ്, ബെയിലിക്ക് അവകാശപ്പെട്ടതല്ല. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുക എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ലെറ്റ് മി റിപ്പീറ്റ്. ഫസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി ആണ്. ഫസ്റ്റ് ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ്. ഇദ്ദേഹത്തിന്റെ കൈ കിട്ടിയ ഗുഡ്സിന്റെ റീസണബിൾ കെയർ നോക്കുക എന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്തമാണ്. ഡ്യൂട്ടി ടു മേക്ക് അൺഓതറൈസ്ഡ് യൂസ്. എന്താണോ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, റിട്ടേൺ ചെയ്യണം. ആൻഡ് ഫൈനലി അതിനകത്ത് നിന്ന് കിട്ടുന്ന എന്തെങ്കിലും അക്രീഷൻസ് ഉണ്ടെങ്കിൽ ആ അക്രീഷൻസ് എല്ലാം ബെയിലർക്ക് അവകാശപ്പെട്ടാണ്, ബെയിലിക്ക് അവകാശപ്പെട്ടതല്ല. ദെൻ ബെയിലറുടെ ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ഫോൾട്ട് ഇൻ ദി ഗുഡ്സ് ബെയിൽഡ്. ഇൻ കേസ് ഗുഡ്സ് ബെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ബെയിലിയെ അറിയിക്കുക എന്നുള്ളത് ബെയിലറുടെ ഉത്തരവാദിത്തമാണ്. ഗുഡ്സ് ഡാമേജിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബെയിലിയെ അറിയിക്കണം. രണ്ടാമതായിട്ട് ഡ്യൂട്ടി ടു റീപേ അൺനെസറി എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് ഗ്രാറ്റുഷ്യസ് bailment. Example, bailment of horse and expenses incurred towards feeding and medical care of horse to keep it alive. അതായത് ഇൻ കേസ് ഹോഴ്സിനെ ബെയിലിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോഴ്സിനെ ബെയിലിൽ ചെയ്തിരിക്കുന്ന ടൈമിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരുന്ന ചിലവുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ചിലവുകൾ അതെല്ലാം ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ആണെങ്കിൽ മാത്രം. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. അതിനകത്ത് ഗ്രാറ്റുഷ്യസ് എന്ന് പറയുമ്പോൾ എല്ലാ കോസ്റ്റും ബെയർ ചെയ്യുന്നത് ബെയിലർ തന്നെയാണ്. ഓക്കെ, അഡീഷണൽ കോസ്റ്റ് വരുന്നതെല്ലാം ബെയിലർ ബെയർ ചെയ്യും. സോ ദാറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അത് ബെയർ ചെയ്യാന്നുള്ളത് ബെയിലറുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമതായിട്ട് ഡ്യൂട്ടി ടു റീപേ എനി എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് നോൺ ഗ്രാറ്റുഷ്യസ് എക്സ്പെൻസസ്. സോ നോൺ ഗ്രാറ്റുഷ്യസ് ആണെങ്കിൽ ഏത് എക്സ്പെൻസുകളും ബെയർ ചെയ്യാം. നോൺ ഗ്രാറ്റുഷ്യസ് ആണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വന്നാൽ മാത്രം അത് ബെയിലറുടെ ഉത്തരവാദിത്തമാണ്. ഓർഡിനറി എക്സ്പെൻസുകളെല്ലാം ബെയിൽ മീറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി ഡ്യൂട്ടി ടു ഇൻഡെംനിഫൈ ബെയിലി. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താനുള്ള, ബെയിലിക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നികത്താനുള്ള അധികാരവും ഉത്തരവാദിത്വവും ബെയിലർക്കുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ഒരു തവണ ഒന്ന് വായിച്ചു നോക്കണേ. ദെൻ റൈറ്റ്സ് ഓഫ് ബെയിലി. ബെയിലറുടെ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാം. ബെയിലർക്ക് നമ്മൾ പറഞ്ഞ എല്ലാ ഡ്യൂട്ടീസും ബെയിലർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരം ബെയിലിക്കുണ്ട്. റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ടു വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ്. ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ആർക്ക് വേണമെങ്കിലും, അതായത് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ ജോയിന്റ് ഓണേഴ്സിൽ ആർക്ക് വേണമെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി, അങ്ങനെ കൊടുക്കാനുള്ള അധികാരം. റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ടു ബെയിലർ വിത്തൗട്ട് ടൈറ്റിൽ without incurring any liability to the true owner. So ഒരു ഡാമേജും വരുത്താതെ, അതായത് ട്രൂ ഓണറിന് ലയബിലിറ്റി വരുത്താതെ ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ടൈറ്റിൽ ഉപയോഗിക്കാനുള്ള അധികാരം ബെയിലിക്കുണ്ട്. ഓക്കെ, ഒറിജിനലി തന്നിരിക്കുന്ന ഗുഡ്സിനകത്ത് ഡാമേജസ് ഒന്നും വരുത്താതെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള അധികാരവും ബെയിലിക്കുണ്ട്. ആൻഡ് ഫൈനലി റൈറ്റ് ഓഫ് ലീൻ. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് മേടിച്ചെടുക്കാനുള്ള, നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മേടിച്ചെടുക്കാനുള്ള അധികാരം
ബെയിലിക്കുണ്ട്. ദെൻ ബെയിലറുടെ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടീസ്. ബെയിലിക്ക് നമ്മൾ കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞു, ആ ഡ്യൂട്ടീസ് എല്ലാം എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദെൻ റൈറ്റ് ടു ടെർമിനേറ്റ് ബെയിൽമെന്റ് ഇഫ് ദി ബെയിലി യൂസസ് ദി ഗുഡ്സ് റോങ്ഫുള്ളി. എന്തിനാണോ ഉപയോഗിക്കാൻ കൊടുത്തത് അതിനല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പിരിച്ചുവിടാനുള്ള അധികാരവും ബെയിലർക്കുണ്ട്. ആൻഡ് ഫൈനലി റൈറ്റ് ടു ഡിമാൻഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് at any time in case of gratuitous payment. Gratuitous payment ആണെങ്കിൽ ഏത് തവണ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചു ചോദിക്കാനുള്ള അധികാരവും ബെയിലർക്കുണ്ട്. ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പ്ലെഡ്ജ് ആൻഡ് പോൺ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. മതിയില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നും കൂടി പറയൂ. ഓക്കെ, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. ഞാൻ മറന്നുപോയതാണ് കേട്ടോ. മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഇത് അയച്ചു തരാം. ഓക്കെ, എനി അതർ ഇഷ്യൂ? ഓക്കെ, താങ്ക് യു എവരിവൺ. മൺഡേ കാണാം. ഇന്ന് ഒരു MCQ ഉണ്ടാവും, അത് അറ്റൻഡ് ചെയ്യാം. താങ്ക് യു.